അഭിജിത്ത് എപ്പോഴെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? പണപരമായിട്ടുള്ള രീതിക്ക് പറ്റിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. നന്മ ചെയ്താൽ ബാക്കിയുള്ളതൊക്കെ മറയ്ക്കാം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ അതല്ലേ, പുള്ളി എന്തൊക്കെ ഫ്രോഡുകൾ ചെയ്യുന്നുണ്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും പുള്ളി പിടിച്ചു നിൽക്കുന്ന ഈ ചാരിറ്റിയുടെ മുകളിൽ മാത്രം. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പുള്ളി സഹായിക്കുന്നുണ്ടോ? നിനക്ക് പറ്റുന്നുണ്ടോ? ഞാൻ അരി വാങ്ങിച്ചു കൊടുക്കാതിരിക്കും, പക്ഷെ അത് ഞാൻ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കില്ല. ആളുകൾക്ക് എങ്ങനെ പെട്ടെന്ന് കാശുണ്ടാക്കാം, വെറുതെ ഇരുന്ന് കാശുണ്ടാക്കാം. ഈ ഒരു ജയസൂര്യയുടെ ഒരു ഇഷ്യൂ വന്നില്ല, അത് ഞാൻ ഇങ്ങനെ തപ്പിപ്പോയപ്പോഴാണ്. ജയസൂര്യ മാത്രമല്ല, ഒരുപാട് നടന്മാരും ഇതേപോലെ ഈ പറയുന്ന സേവ് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിന്റെ തട്ടിപ്പിന്റെ ഇതിൽ അവർ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന്. പക്ഷെ അങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്തും നമ്മുടെ ഒരു മീഡിയയിലോ സോഷ്യൽ മീഡിയയിലോ ഒരു പ്രിന്റ് മീഡിയയിലോ ഡിജിറ്റൽ മീഡിയയിലോ ഒന്നിനും നമുക്ക് വിളിച്ചു പറയാൻ പറ്റില്ല. നമ്മൾ ആളുകളെ പറ്റിക്കുകയാണ്, അതായത് പകൽ വെളിച്ചത്തിൽ കണ്ണ് കെട്ടി പറ്റിക്കുന്ന പോലത്തെയാണ്. എസ് അഭിജിത്താണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അഭിജിത്തെ എൻ്റെ പുതിയ സ്റ്റുഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് അഭിജിത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ. ഞാൻ നമ്മുടെ അഭിജിത്തിനെ എനിക്കൊന്ന് വിളിച്ചിട്ടൊരു 2 ആഴ്ച മിച്ചമായി. അപ്പം അതിനിടയ്ക്ക് ഞാൻ അഭിജിത്തിൻ്റെ റീൽസ് കാണുന്നത് ഈ സ്കാമിനെ കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ടും പരസ്പരമുള്ളൊരു ആളുകളെ ബ്ലെയിം ചെയ്യുന്ന തരത്തിൽ, അതായത് സ്കാമിൻ്റെ ഇത് കാര്യങ്ങളുണ്ട്, പക്ഷെ പക പോക്കുക എന്ന് പറയത്തില്ലേ, പണ്ട് നമ്മൾ പറയില്ല അയൽവക്കംകാര് തമ്മിലുള്ള വഴക്ക് കൂടുന്ന തരത്തിൽ, മനസ്സിലായി, അപ്പുറത്തെ മതിൽ ഇപ്പുറത്തെ മതിൽ ഇൻസ്റ്റാഗ്രാമിൽ തല്ല് കൂടുന്നൊരു ഫീല് വരുന്നുണ്ട്. അതായത് അറിയാലോ, റീസെന്റ് ആയിട്ടുള്ള ഒരു ആളുകളുടെയൊക്കെ ഉള്ളൊരിത്. അപ്പം ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി തോന്നിയതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ചോദിച്ചത്. സ്കാമാണ് പുറത്തു വരുന്നത്, പക്ഷെ മറ്റതും സ്കാം തന്നെ. അപ്പം ഈ ഒരു ഇതിനെ ജനങ്ങൾ കാണുന്നത് ഒരുമാതിരി അതായത് നമുക്കൊരു കോർട്ടുണ്ട്, ആ കോർട്ടിൽ പോവാതെയാണ് നിങ്ങളെല്ലാം ഇങ്ങനെ ഈ പബ്ലിക്കായിട്ട് ഇത് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് അഭിജിത്ത് നോക്കിക്കാണുന്നത്? അഭിജിത്ത് ഓൾറെഡി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഞാൻ നോക്കിക്കാണുന്നത് ഇതെല്ലാം ഗോസിപ്പുകളായിട്ടാണ് ബേസിക്കലി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം നമ്മളിപ്പോൾ ഒരാളുടെ കുറ്റം പറയുക അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ചാറ്റ് ഉപയോഗിച്ചിട്ട് ഓരോ ആൾക്കാർ പറയുന്നു, അല്ലെങ്കിൽ ഇന്ന ആളിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് വെറും ഗോസിപ്പുകളായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ വീഡിയോകളിൽ പല തട്ടിപ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ കൂടെ അത് 100% ഷുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള തെളിവ് കാണിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള കാര്യം കൊണ്ട് മാത്രം അത് അങ്ങനെ യൂഷ്വലി പറയാറില്ല. ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ നിയമവശം അവിടെ ഇപ്പോൾ അഭിജിത്തിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇത് ചോദിച്ചത്, മനസ്സിലായോ? അതായത് ഈ പറയുന്ന ആളുകൾ തമ്മിലുള്ള ഈ ഗോസിപ്പിന്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ആളുകൾ ശ്രദ്ധിക്കും ഇയാൾ എന്താ പറഞ്ഞത്, മറ്റേ ആൾ എന്താ പറഞ്ഞത്, ഇങ്ങനെ ശ്രദ്ധിക്കും, റിപ്ലൈ ചെയ്യും. അപ്പൊ ഞാൻ തന്നെ എനിക്കിങ്ങനെ എന്റെ ഫീഡിലേക്ക് നമ്മളിത് വൺസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫീഡിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നു തുടങ്ങി. ഇപ്പൊ അപ്പൊ തന്നെ നമുക്ക് എന്തോ ഒരു ഇതെന്താ ഇങ്ങനെ, ഇവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഇവിടുത്തെ ഒരു ഭരണ സംവിധാനത്തിൽ നമുക്കെല്ലാം ഉണ്ട്, അവിടെ പോയി ചെയ്യാണ്ട് പരസ്പരം ഇനി കാണാം വെല്ലുവിളിക്കുക എന്നൊക്കെ ഉള്ളൊരു സംഭവം വന്നു. അപ്പോഴാണ് ഞാൻ അഭിജിത്തിന്റെ കാര്യത്തിൽ ഞാൻ ചോദിച്ചത്, ഇപ്പൊ ഇന്ന് ഏതോ ഒരെണ്ണത്തിന്റെ തടിയിൽ നിനക്ക് കണ്ട കേസ് കൊടുത്തുകൂടെ, അല്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ വന്ന് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കേസ് കൊടുക്കാറുണ്ട്, കംപ്ലൈന്റ് കൊടുക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. വീഡിയോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യാറുണ്ട്. എഡ്യൂക്കേഷൻ എന്തായിരുന്നു? ഞാൻ ബിടെക്കാണ് പഠിച്ചത്. ബിടെക്. പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് ഈ സ്കാം കണ്ടുപിടിക്കുന്നത്? ഞാൻ ആക്ച്വലി കുറച്ച് കാലമായിട്ട് ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷനും ഒക്കെ ആയിട്ട് വരുന്നു. ഞാൻ ബിടെക്കാണ് പഠിച്ച പണിയൊന്നും ചെയ്തിട്ടില്ല. ബ്ലോഗിങ് ആയിരുന്നു ആദ്യം, പിന്നീട് വ്ളോഗിങ്ങിലോട്ട് മാറി. ഫോണുകളെ പറ്റി അല്ലെങ്കിൽ ടെക്കിനെ പറ്റി കുറേ വീഡിയോകൾ ചെയ്തു. പിന്നെ ഒരു പേഴ്സണൽ ചാനൽ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ എസ് അഭിജിത്ത് എന്നുള്ളൊരു അക്കൗണ്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ തുടക്കം തൊട്ട് ക്രൈമുകളും ഫിനാൻഷ്യൽ ക്രൈമുകളും എല്ലാം ക്രൈമാണല്ലോ, അതിലോട്ട് അതായിരുന്നു എൻ്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഫോക്കസ്, അല്ലെങ്കിൽ അതിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്രോഡുകളെ പറ്റിയും. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സും അങ്ങനത്തെ ഒരു കണ്ടന്റിലോട്ടൊക്കെ അങ്ങോട്ട് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാനതേ കറക്റ്റ് ആയിട്ട് ചോദിക്കാൻ കാരണം ഈ അടുത്തിടെ ഞാൻ 1-2 ആൾക്കാർ ഗീവ് അവേ എന്ന് പറഞ്ഞിട്ടൊരു സാധനങ്ങൾ കണ്ടു. അതിനുശേഷമാണ് ഞാൻ അഭിജിത്തിന്റെ വീഡിയോസ് കണ്ടു തുടങ്ങുന്നത്. ഗീവ് അവേയിൽ എൻ്റെ ഒരു സംശയം, ഒരു കമന്റ് ചെയ്യൂ, ഇത് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് 10 ലക്ഷത്തിന്റെ കാറ്. ഞാൻ അതിൻ്റെ അടിയിലാണെങ്കിൽ
കമന്റിന്റെ പ്രളയം. അതെ. ഞാൻ അല്ലെങ്കിൽ എന്തുവാ മനുഷ്യർ ഇത്ര മന്ദബുദ്ധികളാണോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇവരെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾക്കൊരു പബ്ലിക് മീഡിയ, അതൊരു പ്ലാറ്റ്ഫോമാണ്, പബ്ലിക് സ്പേസ് ആണ്, അതൊക്കെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അവിടെ വന്ന് ഇങ്ങനെയാണ് ഇത്രയും പച്ചയ്ക്ക് നോണ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക ഒരു വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്? അത് നമുക്ക് വായടിക്കാൻ പറ്റുമെങ്കിൽ എന്തും പറയാന്നുള്ളൊരു നിലയായിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ. പല കാര്യത്തിലും അങ്ങനെയുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഗിവ് അവേയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഗിവ് അവേ നടത്തുന്ന ആൾക്കാർ പലതരം ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ചിലർ ഒരു ബ്രാൻഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ സ്പോൺസേഴ്സ് എന്നുള്ള രീതിക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നതാണ്. അതായത് ഈ പറയുന്ന ഒരു 10 ലക്ഷത്തിൻ്റെ കാറൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ് കൊടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് ഈ സ്പോൺസേഴ്സ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അവർക്ക് ഈ പറയുന്ന ആൾക്കാരുടെ വലിയ റീച്ചും ഫോളോവേഴ്സും ഒക്കെ വേണം, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ ഞാൻ ഈ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഈ പറയുന്ന മെയിൻ ജോജി തമ്പിയുടെ ഒരു വീഡിയോ ആയിരുന്നു. ജോജി തമ്പിയുടെ ഒരു വീഡിയോ പറയുമ്പോൾ അപ്പോൾ അതിൽ ജോജി തമ്പി ഒരു സ്പോൺസറെ അങ്ങോട്ട് പരിചയപ്പെടുത്തി. ഇന്ന ആൾ ആണ്, ഇയാളുടെ ഒരു കമ്പനി ഉണ്ട്, ഈ 2 അക്കൗണ്ടുകളും ഫോളോ ചെയ്യണം. നമ്മൾ ഈ കമ്പനി എന്താണെന്ന് നോക്കി പോകുമ്പോഴായിരിക്കും കാണുന്നുണ്ടാവുക ഇതൊക്കെ വലിയ തട്ടിപ്പുകളാണ്. ഒരൊറ്റ വീഡിയോയുടെ കാര്യം പറഞ്ഞു, ബാക്കിയുള്ളത് ഞാൻ വിശദമായിട്ട് ഓരോ വീഡിയോ എടുത്ത് എല്ലാ 2 ദിവസം കൂടുമ്പോഴും വീഡിയോ ചെയ്യുന്നുണ്ട്. ആളുടെ മൊത്തം ചെയ്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ഒരു വീഡിയോ ഉള്ള 10 ലക്ഷം 10 പേർക്ക് എന്നുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ജോജി തമ്പി ഒരു സൂട്ട് കേസ് നിറയെ പൈസയൊക്കെ എടുത്ത് തുറന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന പൈസയുടെ സോഴ്സോ ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. ഞാനും അത് ആലോചിച്ചു. ഞാൻ കക്ഷിയോട് ഇൻ്റർവ്യൂ കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അവർ മെസ്സേജ് കാണുന്നില്ലല്ലോ നമ്മൾ. അപ്പം ഞാനും പ്രധാനമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? അതെങ്ങനെയാണ് നിങ്ങൾ 10 ലക്ഷം വെറുതെ ഒരാളുകൾക്ക് കൊടുക്കുന്നത് 10 പേർക്ക്? അതാണ് ഏറ്റവും ഇതിനകത്തെ. ഇപ്പോൾ നമ്മൾ കാണുവാണ്, നോർമലായിട്ട് ചിന്തിക്കുന്നത് എനിക്ക് 10 ലക്ഷം വേണമെന്നല്ല, ഇയാൾ എങ്ങനെയായിരിക്കും ഇത് 10 പേർക്ക് കൊടുക്കുന്നത്, നമുക്ക് കിട്ടുമോ എന്നുള്ളതല്ല. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളിതൊരു നന്മമരമായിട്ടാണ് ഇത് കാണിക്കുന്നത്. ആള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ പുള്ളി പറഞ്ഞത് ഞാൻ കണ്ടായിരുന്നു, ഭാഗ്യമുള്ളവർക്ക് കിട്ടട്ടെ 10 ലക്ഷം, ഭാഗ്യമുള്ളവർക്ക് കിട്ടട്ടെ, ഭാഗ്യമുള്ളവർക്ക് കിട്ടട്ടെ. അതായത് ഭാഗ്യമുള്ളവർക്കല്ല, അർഹതയുള്ളവർക്ക് കിട്ടട്ടെ, അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ആലോചിക്കുന്നേ, ഈ പുള്ളി ഇങ്ങനെ പെട്ടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ നമ്മളിവിടെ പൈസയ്ക്ക് വേണ്ടി ഓടുവാണ്. നമുക്ക് അർഹത അല്ലെങ്കിൽ ഭാഗ്യമൊന്നും ഇല്ലേ? അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇതെങ്ങനെയായിരിക്കും ഈ സോഴ്സ്? നമുക്കിങ്ങനെ പണമൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ കാണിച്ചുകൊണ്ട്, ഇതൊക്കെ ശരിക്കും ഒരു തരം ഈ എന്താ പറയുക, നമ്മൾ അതിനെന്താ പറയുക, ഒരു സ്കാം അല്ല, ഒരു തട്ടിപ്പല്ല ഇങ്ങനെ കാണിച്ചിട്ട്. ഊട്ടായ്പ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നിരുന്നാലും പോലും ഈ പറയുന്ന ആൾക്കാർക്ക് ആരുടെയും പൈസ കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഇതിന്റെ നറുക്കെടുപ്പോ അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ ആർക്കെങ്കിലും കിട്ടിയതായിട്ടോ എന്തെങ്കിലും അറിവ്? ഞാൻ അതിനെപ്പറ്റി കിട്ടിയതായിട്ട് അല്ലെങ്കിൽ അതിന്റെ കാര്യമൊക്കെ ആൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കിട്ടുന്നുണ്ടായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്നെ ബാധിക്കുന്ന കാര്യം ഇയാൾ പൈസ കൊടുക്കുന്നുണ്ടോ ഇതൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇയാൾ ഈ പറയുന്ന പൈസ വരുന്ന സോഴ്സ് ഒരു ഗിവ് ഉണ്ടായിരുന്നു. പുള്ളി തന്നെ പറഞ്ഞു, ഞാൻ 3 മാസം മുന്നേ ചെയ്തിട്ടുണ്ട്, അന്നൊന്നും നീ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് എന്നിട്ട് ഒരു വോയിസിലൊക്കെ ഇട്ട് പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ഒരു ഗിവ് അവേ കൊടുത്തിരിക്കുന്നത് ഒരു 10 ലക്ഷം 10 പേർക്ക് എന്ന് പറയുമ്പോൾ 1 കോടിയായില്ലേ. ഈ പറയുന്ന 1 കോടിയാണെങ്കിലും ഇത് കൊടുക്കുന്നത് ഒരു കമ്പനിയാണെന്ന് പറയുന്നു. ഈ പറയുന്ന കമ്പനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ 1 മാസം കൊണ്ട് 10% ആയിട്ട് തിരിച്ചു തരുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ അതേ 1 ലക്ഷം രൂപ 6 മാസം ഇട്ട് കഴിഞ്ഞാൽ 40% ആയിട്ട് തരാമെന്ന് പറയുന്നു. 1 ലക്ഷം രൂപ 8 മാസം ഇട്ടാൽ 60% ആയിട്ട് തിരിച്ചു തരാമെന്ന് പറയുന്നു. അതായത് നമ്മുടെ പണ്ടത്തെ മണി ചെയിൻ സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു പണമിരട്ടിപ്പ് പരിപാടിയാണ് പുതിയൊരു നല്ലൊരു പുതിയ റാപ്പിൽ പൊതിഞ്ഞിട്ട് കാണിക്കുന്നത്. ഇതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്നാ നീ തെളിയിക്കുക തട്ടിപ്പാണ് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഒരു ഇതുണ്ടെങ്കിൽ ഇപ്പോൾ തട്ടിപ്പാണെന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനിക്ക് ഇതുപോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം നടത്താനുള്ള ഒരു അധികാരവും നമ്മുടെ നാട്ടിലില്ല. അതായത് ഒന്നെങ്കിൽ അത് ബാങ്ക് ആയിരിക്കണം, അല്ലെങ്കിൽ അത് NBFC ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കണം. ഇതല്ലാതെ വേറെ ആർക്കും ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പൈസ വാങ്ങിച്ചിട്ട് പൈസ തിരിച്ചു കൊടുക്കാനുള്ള അധികാരമില്ല. ഇതൊക്കെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അയ്യോ ഇത് തട്ടിപ്പല്ല, ആൾക്കാർക്കൊക്കെ പൈസ കിട്ടുന്നുണ്ടാണ് പറയുന്നത്, ഞാൻ പണ്ടും ഗിവ് അവേ നടത്തി പൈസ കൊടുക്കുന്നുണ്ടൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊരു തട്ടിപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഞാൻ തട്ടിപ്പാണെന്ന് തെളിവ് വെച്ച് കാണിച്ചാൽ പോലും ഈ പറയുന്ന ആൾ ജോജി തമ്പി ഇത് തട്ടിപ്പാണെന്ന് തെളിയിക്കാനാണ് പറയുന്നത്.
ഇനി ഇതിൽ കൂടുതൽ എന്ത് തട്ടിപ്പ് തെളിയിക്കണം? കുറച്ച് ആൾക്കാരുടെ പൈസ പോയി, ഇനി ഈ പറയുന്ന ഒരു സ്കീം പൊളിഞ്ഞ് ഒരു 1000 പേര് ഇവിടെ മറ്റേ പാതി വില തട്ടിപ്പിന് നാട്ടിൽ മൊത്തം പ്രശ്നം ഉണ്ടായ പോലെ ഇത്രയും വലിയ പ്രശ്നമാകുമ്പോഴായിരിക്കും ഈ ആൾക്ക് അന്ന് ഞാൻ തട്ടിപ്പായിരുന്നു, അപ്പോഴായിരിക്കും ഞാൻ പറയുന്നുണ്ടോ അയ്യോ അന്ന് ഞാൻ ഒരു തട്ടിപ്പിനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ഷമ ചോദിക്കുന്നു എന്നൊരു വീഡിയോ ചെയ്യും. അത്രേ ഉള്ളൂ. ഇപ്പം ഈ പറഞ്ഞ പോലെ റാപ്പിൽ പൊതിഞ്ഞ് പുതിയ രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത് ആളുകൾക്ക്. ഇപ്പം ഇൻസ്റ്റാഗ്രാം വന്നപ്പം ഞാൻ അഭിജിത്തിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീഡിയോയും യൂട്യൂബിലിരുന്ന് കണ്ടപ്പോൾ എല്ലാ വീഡിയോസിനകത്തും ഇങ്ങനെ കമ്പനീസ്, ഇപ്പം ക്രിപ്റ്റോ കറൻസിയുടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജോലിക്കാരെ തപ്പിയിട്ട് ചെയ്യുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പം ഈ പറയുന്ന തട്ടിപ്പിൻ്റെ ഒരു വലിയ വേർഷനായിട്ടാണ് നടക്കുന്നത്. കാരണം ആളുകൾക്ക് എങ്ങനെ പെട്ടെന്ന് കാശുണ്ടാക്കാം, വെറുതെ ഇരുന്ന് കാശുണ്ടാക്കാം, ഇതാണ്. ലോട്ടറി വേറൊരു ഇതാണ്. ലോട്ടറി വിൽക്കുന്നവൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം അവൻ വാതികളെ കൊണ്ടു നടന്ന് വേണം വിൽക്കാൻ. നമ്മൾ പക്ഷെ ഇത് അതിൻ്റെ പോലെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഭയങ്കര ഇതായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു എൻക്വയറി അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അഭിജിത്ത്. ഇതെങ്ങനെ അഭിജിത്ത് എടുക്കുന്നത്? ഇപ്പം ആസ് എ പേഴ്സൺ ഞാൻ പോലും ഇത് കണ്ടിട്ട് തട്ടിപ്പാണെന്ന് മനസ്സിലായിട്ട് നമ്മൾ നമ്മുടെ പണിക്ക് പോകും. ഇത് കണ്ടന്റ് ക്രിയേഷനൊക്കെ ഓക്കെ, കണ്ടന്റ് ആണല്ലോ എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ. അപ്പൊ ഇതിനെ എങ്ങനെയാണ് അത് സീരിയസ് ആയിട്ട് ഇത് റിസർച്ച് ചെയ്യാൻ എത്ര ദിവസം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോത്തിന്റെ ഇപ്പം നമ്മൾ പറയാം തപ്പി പോകുമ്പോഴാണ് ഓരോന്നും കണക്റ്റഡ് ആവുന്നത്? തപ്പുക എന്ന് പറഞ്ഞാൽ വലിയ പണി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനിപ്പോൾ യൂട്യൂബിന് ഒരു വീഡിയോ, ഇതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 1 മാസമായി. ഞാൻ 1 മാസമായിട്ട് ഒരു വീഡിയോയുടെ പുറകെ നടക്കുകയാണ്. കാരണം ഓരോരോ പല ആൾക്കാരെ സംസാരിക്കണം, പല കാര്യങ്ങൾ കണ്ടുപിടിക്കണം, പല നെറ്റിൽ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ തപ്പിയാൽ തന്നെ ഒരു നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓൺലൈനായിട്ട്. അല്ലാതെ നമ്മൾ നേരിട്ട് പോയി അന്വേഷിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ജയസൂര്യയുടെ ഒരു ഇഷ്യൂ വന്നില്ലേ, അത് ഞാനിങ്ങനെ തപ്പിപ്പോയപ്പോഴാണ്. ജയസൂര്യ മാത്രമല്ല, ഒരുപാട് നടന്മാരും ഇതേപോലെ ഈ പറയുന്ന സേവ് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിൻ്റെ തട്ടിപ്പിൻ്റെ ഇതിൽ അവർ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായത്. കാരണം നമ്മളിതൊന്നും കാണുന്നതില്ലല്ലോ. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഇതിപ്പോൾ തട്ടിപ്പാണെന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പരസ്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. അല്ല, ഇപ്പം ആ പരസ്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ പണ്ട് മമ്മൂട്ടിക്കെതിരെയും ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ഇന്ദുലേഖയുടെ. അപ്പം അതുപോലെ തന്നെ ഈ നടന്മാരെ സംബന്ധിച്ച്, ഇപ്പം എന്നെ സംബന്ധിച്ച്, അഭിജിത്തിനെ സംബന്ധിച്ച് നമുക്കൊക്കെയും കൊളാബ് വരാറുണ്ട്. നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത് ഈ പ്രോഡക്റ്റ് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കും. അപ്പം അവരെ സംബന്ധിച്ചും അവരും അങ്ങനെ ആയിരിക്കുമല്ലോ നോക്കുന്നേ. ഇത് അവർക്ക് കിട്ടുന്ന എമൗണ്ട് ആണല്ലോ ഏറ്റവും വലുത്. ഇപ്പം ജയസൂര്യ ആണെങ്കിലും ഉണ്ണി മുകുന്ദന്റെ കാര്യത്തിലാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫേസ് വാല്യൂ ആണ് അവർ യൂസ് ചെയ്യുന്നത്. ആ ഫേസ് വാല്യൂ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അതിനകത്ത് ചോദിക്കുന്നത്, ഇപ്പം ധ്യാൻ്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്ന, ധ്യാനോട് അഭിജിത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളല്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണല്ലോ. ഒരർത്ഥത്തിൽ ഞാൻ പറയുന്നത്, ഞാൻ ന്യായീകരിക്കുന്നതല്ല കാര്യത്തിനെ. ഇപ്പൊ അഭിജിത്തിന് നാളെ ഒരു പ്രൊമോഷൻ വർക്ക് വന്നു കഴിഞ്ഞാൽ അഭിജിത്ത് ഇപ്പം ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒന്നുകൂടെ ചുഴിഞ്ഞു നോക്കുമായിരിക്കും. ഞാനും നോക്കും. കാരണം ഞാൻ എപ്പോഴും എന്നെ നാളെ ഒരു പ്രശ്നത്തിൽ വരാതിരിക്കാൻ ഞാൻ ആദ്യമേ എൻ്റെ ഫേസ് വാല്യൂ നോക്കും. കാരണം നമ്മൾ ആ പ്രോഡക്റ്റ് വിൽക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഫേസ് ആണ്. അത് നമ്മൾ ചെക്ക് ചെയ്യും. ഇത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്യും. പക്ഷെ ഇപ്പം അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട്, എന്ത് പരസ്യത്തിൽ അഭിനയിക്കാം, നമ്മൾ എടുത്താൽ തന്നെ അറിയാലോ ഈ പ്രൊമോഷൻ വർക്ക്. അപ്പൊ അതെങ്ങനെയാണ്? അതായത് ഇതില് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യത്തിന്റെ പരസ്യം ചെയ്യണം. അതിപ്പോൾ ഒരു വെറുതെ ഒരു കൊളാബ് ഇട്ടാലും അത് പരസ്യം തന്നെയാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വെറുതെ ഒരു കൊളാബ് ഇട്ടു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പൈസ വാങ്ങിച്ചു, അതിന്റെ പേര് പരസ്യം തന്നെയാണ്. ഫുഡിന്റെ കൊളാബ് ചെയ്യുമ്പോൾ പോലും, ഫുഡിന്റെ കാര്യത്തിൽ പോലും ചിലർ വന്നിട്ട് നമ്മൾ പരസ്യം കണ്ടിട്ട് അവിടെ കഴിക്കാൻ പോകും. ഞാൻ കഴിക്കാൻ പോയിട്ടുണ്ട്, അഭിജിത്ത് കഴിക്കാൻ പോയിട്ടില്ലേ? ചിലപ്പോൾ അവിടുത്തെ ഫുഡ് എന്തുവാടേ ഫുഡ് എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ വിലക്കുറവെന്ന് പറയും, ഓപ്പണിംഗ് വിലക്കുറവെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചോണ്ട് പോയിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അതുപോലും ഉണ്ടാവത്തില്ല. അതായത് അവർ പറയാം അത് ഇന്നലെ വരെയുള്ള ഓഫർ. അതെ, നിങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഈ സാധനം സ്റ്റോക്ക് ഔട്ടായി. എനിക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വൈറ്റ്ലയിൽ ഒരു ജിമ്മിന്റെ കപ്പിൾ മീൻസ് ഒരാണോ പെണ്ണോ അല്ലെങ്കിൽ ആർക്ക് വേണേലും പോകാവുന്ന രീതിയിൽ 2 പേർക്ക് ഏറ്റവും വില കുറഞ്ഞത്. അപ്പം ഞാൻ ചുമ്മാ അപ്പം തന്നെ പരസ്യം കണ്ടപ്പോൾ തന്നെ വിളിച്ചു നോക്കി, അയ്യോ അത് കഴിഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേറെ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് ജസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഇതൊക്കെയും പരസ്യത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെയും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ളവർക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഭിജിത്തെ? ഇതിലിപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ
ധ്യാൻ ശ്രീനിവാസന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്തും നമ്മുടെ ഒരു മീഡിയയിലോ സോഷ്യൽ മീഡിയയിലോ ഒരു പ്രിന്റ് മീഡിയയിലോ ഡിജിറ്റൽ മീഡിയയിലോ ഒന്നിനും നമുക്ക് വിളിച്ചു പറയാൻ പറ്റില്ല. അത് എസ്പെഷ്യലി ഒരു പരസ്യമാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമ്മളിപ്പോൾ എന്തെങ്കിലും പരസ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നമ്മൾ ഉത്തരവാദിയാണ്. കാരണം അത് പരസ്യമാണ്, നമ്മൾ എൻഡോഴ്സ് ചെയ്യാൻ. ഇപ്പം ഞാൻ എന്ത് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഞാനൊരു പരസ്യം ചെയ്യുകയാണെങ്കിൽ ഞാനും വളരെ ലിമിറ്റഡ് ആയിട്ടേ ചെയ്യുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും ഓരോ പ്രൊഡക്റ്റിലും അതിൽ ഓരോ വാക്കിനും ഞാൻ ഉത്തരവാദിയാണെന്ന് വെച്ചിട്ടാണ് പറയുന്നത്. കാരണം അതുകൊണ്ട് തന്നെ അത്രയും എന്താ പറയുക, സൂക്ഷിച്ച് മാത്രമേ അതൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിന് നമ്മൾ ഉത്തരവാദിയാണ്. ഇപ്പോൾ അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും തോന്നിയത് വിളിച്ച് പറയുകയാണെങ്കിൽ അതിനിപ്പോൾ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം ധ്യാൻ അന്ന് വിളിച്ച് പറഞ്ഞത് 5 മിനിറ്റിൽ 70,000 രൂപ ഈ ഒരു ആപ്പിൽ നിന്ന് ഉണ്ടാക്കാമെന്നായിരുന്നു. ഇപ്പോൾ ബാനായി പോയ സുപ്പി എന്ന് പറഞ്ഞ ആപ്പിലാണ്. അതായത് ലൂഡോ കളിക്കുന്ന, ഓൺലൈനായിട്ട് ലൂഡോ കളിക്കുന്ന ആപ്പിൽ. അതിൽ ഞാൻ എന്നിട്ട് ഒരു വീഡിയോയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ആപ്പിൽ ഒരു കാരണവശാലും 5 മിനിറ്റിൽ 70,000 രൂപ ഉണ്ടാക്കാൻ പറ്റില്ല. മാക്സിമം 30,000 രൂപ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം അതാണ് അതിൻ്റെ റിയാലിറ്റി. മാക്സിമം 30,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതും 5 മിനിറ്റിൽ പറ്റൂല. മാത്രമല്ല ഈ പറയുന്ന 30,000 പകുതി പൈസ കൊടുക്കുകയും വേണം. അതെ, ഇവര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും നമ്മൾ 5 മിനിറ്റ് കളിക്കുമ്പോഴേക്കും 70,000 നമ്മുടെ കയ്യിലോട്ട് കൊണ്ട് തരും. അങ്ങനെയല്ല. അതിൽ പോലും അഭിജിത്ത് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഗെയിം ഇപ്പം ധ്യാൻ പറഞ്ഞതുപോലെ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 70,000 ഉണ്ടാക്കാന്ന് പറയുന്നത് 30,000 ഉള്ളൂ. അതിന്റെ ആ സെറ്റിങ് പോലും വെച്ചേക്കുന്നത് നമുക്കിങ്ങനെ ഇത് കളിക്കുമ്പോൾ കിക്ക് വരുന്ന തരത്തിലാണ്. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ആപ്പിന്റെ ഇതേപോലെ വേറൊരു ആപ്പാണ് വിൻസോ എന്ന് പറഞ്ഞൊരു ആപ്പ്. അപ്പോൾ ബാനായി പോയ ആപ്പാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു ആപ്പിന്റെ ഓണേഴ്സ് കഴിഞ്ഞ മാസം അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പുകാർ പറഞ്ഞത് നമ്മൾ ഓപ്പോസിറ്റായിട്ട് വേറെ ആൾക്കാരുമായിട്ട് ഓൺലൈനായിട്ട് ലുഡോയും അതുപോലത്തെ പല ഗെയിമുകളും കളിക്കുകയാണ്. പക്ഷേ ED അന്വേഷിച്ച് ചെന്നപ്പോൾ ഇതിനകത്ത് അങ്ങനെ നമ്മൾ ആൾക്കാരുമായിട്ടൊന്നും അല്ല കളിക്കുന്നത്, ഇവരുടെ അൽഗോരിതമായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അവർ പറയുന്നത് നമ്മൾ ഓപ്പോസിറ്റ് ഓരോ ആൾക്കാരുമായിട്ട് നമ്മൾ ഓൺലൈൻ, അതായത് നമ്മൾ ഒരു ടേബിൾ ഇട്ടിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് ചെസ്സൊക്കെ കളിക്കുന്ന പോലെയാണ്. പക്ഷേ ഇത് ഓൺലൈനായിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ അൽഗോരിതത്തിലാണ് കളിക്കുന്നത്. അൽഗോരിതം എന്തിനാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്? നമ്മളെ ട്രാപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ പൈസ ചൂഴ്ന്നെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനത്തെ ആപ്പുകളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും പുതിയ നിയമമൊക്കെ വന്നിട്ട് എല്ലാം ബാനായി പോയതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യം. പക്ഷെ എന്നാലും അഭിജിത്തെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞൊരു സാധനം പോലെ ഒരു നിസ്സാരം നമ്മൾ ആളുകളെ പറ്റിക്കുകയാണ്. അതായത് പകൽ വെളിച്ചത്തിൽ കണ്ണ് കെട്ടി പറ്റിക്കുന്ന പോലത്തെയാണ്. ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ലാണ്ട് പറ്റിക്കാൻ എന്ത് വേണമെങ്കിൽ പറയാൻ ഒരു കുഴപ്പമില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പോലും പറഞ്ഞില്ല, പലപ്പോഴും പരസ്യം കാണുമ്പോൾ ഞാനിങ്ങനെ പല ആഡ്സും കാണുമ്പോൾ ഞാൻ ഇവരെന്ത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്. എന്തായിരിക്കും ഇങ്ങനെ? കാരണം ഇത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, നമുക്ക് അയ്യോ ഇതിങ്ങനെ അല്ലല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റണ്ടേ? അപ്പം ഈ പറയുന്നവർക്കും അറിയാം, അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ഇപ്പം ഞാനാണ് ഒരു എൻ്റെ പ്രോഡക്റ്റാണ് വിൽക്കേണ്ടതെങ്കിൽ അതിന് ഇന്ന ഗിമ്മിക്ക് ചേർത്താലേ അത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കും അറിയാം. ഇത് വൺസ് നമുക്ക് ഇവർക്കെതിരെ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ലീഗലി ചെയ്യാനോ പറ്റില്ലേ? നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു നിയമപ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തട്ടിപ്പിൽ നമ്മൾ കേസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാനൊരു യൂസറല്ല, എൻ്റെ പൈസയൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ തന്നെ ഇല്ല. ഇപ്പോൾ എന്തെങ്കിലും സൈബർ തട്ടിപ്പിൽ കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പൈസ കുറേ പോയിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സൈബറിലൊക്കെ പോയി വിളിച്ച് എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരായിരിക്കുന്നു, നിൻ്റെ ഏതെങ്കിലും എത്രയെങ്കിലും പൈസ പോയോ, എത്ര പൈസ പോയി നിൻ്റെ? എൻ്റെ പോയിട്ടില്ല സാർ, ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. പൈസ പോയിട്ടില്ല, ഓക്കെ, അത്രേ പറയുള്ളൂ. അതാണ് നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഒരു അവസ്ഥ. അതാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള പരിമിതികൾ അതിൽ ഒരുപാടുണ്ട്. അപ്പോൾ തട്ടിപ്പ് നടന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പറയുന്ന മീഡിയയും എല്ലാവരും ഒക്കെ ഇളകി ഒരു പ്രശ്നം വരും. പക്ഷെ അതിന് മുന്നേ ഇതേപോലെ ആരും റിപ്പോർട്ട് ചെയ്യാനോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നോ അതിന് നിയമപ്രശ്നം, അതും കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചേഞ്ച് ചെയ്യാനുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ട് ഒരു വ്യക്തിയെ കുറിച്ച് അന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ കറൻസി ഏതാ നീ മറന്നു? അപ്പം എത്രയോ ആളുകളാണ് അതിനൊരു ഫുട്ടേജ് തന്നെ ഉണ്ടായത്. എത്രയോ ആളുകൾ പറ്റിക്കപ്പെട്ടിട്ട് 5 ലക്ഷവും 6 ലക്ഷവും. ഞാൻ ചോദിക്കുന്നത്
നമ്മൾക്കിപ്പോൾ എനിക്ക് ഒരാൾ ഇപ്പം ഞാൻ അഭിജിത്തിനെ വിളിച്ചിട്ട് പറയണം, അഭിജിത്തിന് ഞാൻ അഭിജിത്ത് എനിക്ക് 10 രൂപ തന്ന ഞാൻ അഭിജിത്തിന് ഇന്ന് മുതൽ അത് 5 രൂപ വെച്ച് തരുമെന്ന് പറയുന്നത്, ഈ മനുഷ്യർക്കിടെ അത്യാർത്ഥിയാണോ അതോ പെട്ടെന്ന് പണക്കാരനാവാന്നാണോ? അത് നമ്മൾക്ക് ഈ പണം എന്നുള്ള സാധനത്തെ നമ്മൾ അത്ര അട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണോ? അതിൽ വേറൊരു സൈക്കോളജി ഉണ്ട്. ഇപ്പം എനിക്കും ശരണയ്ക്കും അത്ര വലിയ പരിചയമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വിളിച്ചിട്ട് പൈസ തന്നെന്ന് ഡബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഏതറാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുള്ളൂ കോള്. പക്ഷെ ശരണയുടെ തൊട്ടടുത്ത് നല്ല അടുത്ത സുഹൃത്താണിത് പറയുന്നെങ്കിലും അതും ഞാൻ നിനക്ക് പൈസ ഉണ്ടാക്കി തരാമെന്നല്ല, എടാ ഇങ്ങോട്ട് നോക്ക്, ഞാൻ എൻ്റെ ഒരു 1 ലക്ഷം ഉണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ട് ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും 5000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇതേപോലെ ആരെങ്കിലും ശരണ ഇപ്പോൾ നോക്കുമ്പോൾ ശരിയാണ്, ഇവനിങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു 2 മാസമായിട്ട് കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ നമുക്കൊരു സംശയം ഉണ്ടാവും. പിന്നെ ആയിരിക്കും ഈ പറയുന്ന ആൾക്ക്, കാരണം നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, നമ്മൾ അത്രയും അടുത്ത സുഹൃത്താണ്. പിന്നെ ഈ പറയുന്ന സുഹൃത്ത് തന്നെ നമ്മുടെ അടുത്ത് എടാ നീ ചേരും, ആദ്യം വന്നിട്ട് ചേരുന്നൊന്നും പറയുന്നുണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും 1 മാസമൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇത്രയും പൈസ കിട്ടുന്നുണ്ട്, ഞാൻ 1 ലക്ഷം ഇട്ടു, 1 മാസത്തിൽ എനിക്ക് 30,000 രൂപ കിട്ടി, കേൾക്കാൻ തന്നെ എന്താ രസം. 90 ദിവസം കൊണ്ട് 3 മാസം കൊണ്ട് അവന്റെ മുടക്കുമുതൽ തിരിച്ചു കിട്ടും. അത് നമ്മൾ ആലോചിക്കുന്ന കാര്യം. പക്ഷെ ഇത് നമ്മൾ ആരെ പറയണമെന്ന് ആലോചിക്കണം. നമ്മളെ ആരാണ് ഇതിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോരോ കാര്യത്തിൽ നമ്മളെ എങ്ങനെയാ പറയാ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. നമ്മൾ അത്രയും അടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ ഒരു ബന്ധുക്കാർ, ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ കുറെ മണി ചെയിൻ അങ്ങനെയാണ് ഓടുന്നത്. എനിക്ക് അഭിജിത്ത് കേട്ടോന്നറിയില്ല, ഈ റീസെന്റ് ആയിട്ട് കുറച്ച് 3-4 വർഷമായിട്ട് അത് ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്. അഭിജിത്ത് അത് അന്വേഷിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഒരു സുഹൃത്തിന് സംഭവിച്ചതാണ്. അതായത് ഒന്നുമില്ല, രാവിലെ എണീറ്റിട്ട് 8, 9, 10 അങ്ങാണ്ട് ഗൂഗിൾ ചിത്രങ്ങൾ ഇമേജ് നോക്കിയാൽ മാത്രം മതി. ഇമേജ് നോക്കി കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഒരു ദിവസം 300 രൂപയോ 400 രൂപയോ വെച്ചാണ് കയറുന്നത്. അല്ല, അത് ആ ഏതിൽ കോമഡി എന്നാന്ന് വെച്ചാൽ 3 വർഷമായിട്ടൊക്കെ പൈസ കിട്ടുന്നവരുണ്ട്. പൈസ കിട്ടുന്ന വെച്ചപ്പം 24,000 രൂപയാണ് ചേരുന്നതിന്. അപ്പം 24,000 രൂപ ചേരുന്നതിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ 24,000 രൂപ ഇപ്പം 8 ഒരാഴ്ച, ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും കൊണ്ട് അതിൻ്റെ 400-500 രൂപ വെച്ച് കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ പൈസ കിട്ടും. അതുകൊണ്ട് 1-2 മാസം കൊണ്ട് നമുക്ക് പൈസ കിട്ടും. പോരാത്തതിന് നമുക്ക് എന്ത് ചെയ്യണം, വേറൊരാളെ നമ്മുടെ കീഴിൽ ചേർത്താൽ 9,000 രൂപ വേറെ കിട്ടും. പിന്നെ ഓണം, വിഷു, സ്പെഷ്യലായിട്ടുള്ള നവരാത്രിയൊക്കെ പറയുകയാണെങ്കിൽ പിന്നെയും ബോണസ് കിട്ടും. അങ്ങനെ പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ഈ പറഞ്ഞ 24,000 രൂപ ഇപ്പോൾ പറഞ്ഞില്ല, ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഏറ്റവും അടുത്ത സുഹൃത്ത് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു എന്നെ പോലെ എനിക്ക് കിട്ടുന്നുണ്ട്, അവൻ്റെ കസിൻസിന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 24,000 രൂപ കൊടുത്ത് പുള്ളി ചേർന്ന സമയത്ത് തന്നെ, അത് നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്നില്ല, ചേർന്ന സമയത്ത് തന്നെ അന്ന് ചേർന്നത് ഏതാണ്ട് ഏതൊരു ഫെസ്റ്റിവൽ നടന്നൊരു ഓണത്തിൻ്റെ സീസണിൻ്റെ സമയത്താണ്. അപ്പം തന്നെ ഇട്ടത് 24,000 കൂടെ അന്നത്തെ വർക്കിംഗ് പേയ്മെൻറ്റ് പ്ലസ് അന്ന് ചേർന്നതുകൊണ്ട് 19,000 അങ്ങോട്ടേക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് കാണിച്ചു പുള്ളിക്ക്. അപ്പോൾ തന്നെ ഏകദേശം പുള്ളിയുടെ പൈസ തിരിച്ച് കിട്ടുന്ന പോലെ, അതായത് കാൽക്കുലേറ്റ് ചെയ്താണ്ട് 10, 35, 40 രൂപ കിട്ടുന്ന പോലെ റെഡിയായി. എന്നിട്ട് എന്ത് പറ്റി എന്നുള്ളതാണ് കോമഡി. ഈ ഓണത്തിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ചോദിച്ചു പൈസ തിരിച്ചു കിട്ടിയോന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് എടി ആപ്പ് നിന്ന് പോയെന്ന്. അത് നിർത്തിയത് എങ്ങനെയാണെന്നറിയാമോ? അവിടെയാണ് അതിൻ്റെ മുതലാളി എഴുതി വെച്ചേക്കുന്ന ഒറ്റ വരി, ഞാനിത് നിർത്തുന്നു, ഞാൻ എടുക്കുന്നു ബൈ തുടങ്ങില്ല, ഞാൻ പോകുന്നു ബൈ എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് നിർത്തിയപ്പോൾ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രമല്ല എനിക്ക് കീഴിലുള്ളവർ ഇത്രയും തന്നെ വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ കാശ് വേണം ഇവിടെ നിന്ന് വാങ്ങിച്ചോളാൻ. ഇത് ഈ ഒരു സംഭവത്തിന്റെ പേര് ഏണിംഗ് ആപ്പുകൾ എന്നാണ്. ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ ഇതേപോലെ ഓരോന്നിന്റെ പുറകെ നടക്കുന്നു. ഞാൻ പല ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്, പല തട്ടിപ്പുകൾ ഇതേപോലത്തെ സാധനങ്ങൾ പൊട്ടുന്നത് ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. പൊട്ടുന്നത് ഞാൻ ലൈവായിട്ട് അതിന്റെ കണ്ടത് റെക്കോർഡ് ചെയ്ത് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു SGR എന്ന് പറഞ്ഞിട്ടൊരു തട്ടിപ്പുണ്ടായിരുന്നു. അതായത് കാറ്റാടി, നേരത്തെ ഗൂഗിളിൽ പോയി ഇതിന് പകരം ഇതിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ കാറ്റാടി യന്ത്രങ്ങൾ ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങിക്കുക.
ഈ കാറ്റാടി എന്നിട്ട് ഈ കാറ്റാടി യന്ത്രം നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ കാറ്റാടി യന്ത്രം ദിവസവും നമുക്ക് പൈസ ഉണ്ടാക്കി തരും. ഇത് വരണം. പിന്നെ കഴിഞ്ഞ ദിവസം കാറ്റാടി യന്ത്രത്തിലെ കാറ്റ് കറങ്ങുന്നതനുസരിച്ചാണോ പൈസ? അതെ, കാറ്റാടി യന്ത്രം എവിടെയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ കാറ്റാടി യന്ത്രം ഓൺലൈൻ വാങ്ങിക്കുക, 6000 രൂപയ്ക്ക് വാങ്ങിക്കുക. എന്ത് രസമല്ലേ കാറ്റാടി യന്ത്രം. അതുപോലെ വേറെ എണ്ണം ഇതേപോലെ വേറെ എന്തോ ഏണിംഗ് ആപ്പ്, ഇതേപോലെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. എലിഫന്റ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, അത് ഒരു ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ ഒരു ഏണിംഗ് ആപ്പായിരുന്നു. നമ്മൾ ഓൺലൈനായിട്ട് മറ്റേ ഫർണിച്ചറുകൾ വാങ്ങിക്കുക. നമുക്ക് കിട്ടുമൊന്നുമില്ല, ഓൺലൈനായിട്ട് നമ്മുടെ ആപ്പിനകത്ത് വാങ്ങിച്ചിങ്ങനെ ഇരിക്കുക. എന്നിട്ട് നമ്മളിത് ദിവസം ഇങ്ങനെ പൈസ, അതായത് ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ആപ്പുകളിൽ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നടത്തും. നമ്മൾ ഇത് വാങ്ങിക്കുക, ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും പൈസ കിട്ടുന്ന ഇവർ പറയും. കുറേയൊക്കെ കിട്ടും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആദ്യം വിശ്വസിപ്പിക്കാൻ ഇവർ കൊടുക്കുമല്ലോ. അല്ല, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോൺസി പിരമിഡ് സ്കീമുകളാണ്. പോൺസി സ്കീമുകൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ പൈസ കിട്ടു. നേരത്തെ പറഞ്ഞല്ലോ 24,000 രൂപ കിട്ടുമെന്ന്. ഈ പറയുന്ന 24,000 വെച്ചിട്ടാണ് അവിടെ ഓൾറെഡി ഉള്ള കുറേ ആൾക്കാരുണ്ടാവും, അവർക്ക് പൈസ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആരെങ്കിലും ചേർക്കുമ്പോൾ അയാളുടെ പൈസയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പൈസ റോളിങ് മാത്രമേ ഇതിലൊക്കെ നടക്കുന്നുള്ളൂ. പിന്നെ ഒരു ലെവലാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ആൾക്കാർ പൈസ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുറേ ഇട്ടിരിക്കുന്ന പൈസ 24,000 ഇട്ടു, 19,000 കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവരൊക്കെ പറയുന്ന ഈ ഒട്ടുമിക്ക ആൾക്കാരും ഈ പറയുന്ന പൈസ എടുത്തിട്ട് വീണ്ടും അതിലോട്ട് തന്നെ ഇടും. നമുക്ക് അതായത് അതെ, അല്ല നമുക്ക് ഇപ്പോൾ കിട്ടി, ഇത് തിരിച്ചിട്ടു, ഇനിയിപ്പോൾ അതിന് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുമല്ലോ. നമ്മൾ വിചാരിക്കും ഈ പറയുന്ന ഇട്ടു ഇത്രയും തിരിച്ച് കിട്ടി, ഈ പറയുന്ന തിരിച്ചു കിട്ടിയ പൈസ നമ്മൾ പൊടിച്ച് കളയാനുള്ള ഇതാണെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്നതെന്ന് അല്ല. ഈ പറയുന്ന പൈസ അതിലോട്ട് തന്നെ തിരിച്ചിടും. നമ്മൾ ആദ്യം ഇട്ട പൈസ കുറച്ച് തരും, ഇതേ പൈസ തിരിച്ചിടും. കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പൈസ കിട്ടുന്ന പോലെ. അതായത് നമ്മുടെ അക്കൗണ്ടിലല്ല കാണിക്കുന്നത്, അവരുടെ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അവരുടെ അക്കൗണ്ടിൽ കാണുമ്പോൾ നമുക്ക് ആവേശമാകും. കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ബ്രെയിനിൽ ആവേശമാകും. ആവേശത്തിലായിരിക്കും നമ്മളിത് എടുക്കുന്നത്. നമ്മളെ വിശ്വസിപ്പിക്കാൻ എല്ലാ പൈസ ഇങ്ങനെ കാണിച്ച് നമുക്ക് അത് ഭയങ്കര ആവേശവും. നാളെ എനിക്ക് ഇത്രയും പൈസ ഉണ്ടല്ലോ, അപ്പം നമ്മൾ ആ ഡേറ്റ് വരെ കാത്തിരിക്കും. പിന്നെ ആ ഡേറ്റിന് എന്താണ് അപ്രത്യക്ഷമാവും. അതായത് ഇത് നമ്മളിങ്ങനെ ഇതേപോലത്തെ സ്കീമുകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതായത് നമ്മൾ ആദ്യം ചേരുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കാരണം ആ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ പൈസയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആദ്യം ചേരുകയാണ്. ഇപ്പോൾ ഒരു പിരമിഡ് സ്കീമിൽ ഇങ്ങനെ ഇതാണല്ലോ പിരമിഡ്. ഈ പിരമിഡിൽ നമ്മൾ ആദ്യമാണ് കയറുന്നത് വെച്ചാൽ നമ്മുടെ താഴെ കുറേ ആൾക്കാർ വരും. ഇപ്പോൾ വരുന്ന ആൾക്കാരുടെയൊക്കെ പൈസ നമുക്ക് കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ ചേരാൻ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഏറ്റവും താഴെ ആയിരിക്കും ചേരുന്നുണ്ടാവുക. ഏറ്റവും താഴെ ആകുമ്പോൾ നമ്മൾ അപ്പോഴാണ് ഇത് കൊളാപ്സ് ആവുക. മുകളിലത്തെ ആൾക്കാർക്ക് കുറച്ചൊക്കെ പൈസ കിട്ടിയിരിക്കും. പക്ഷെ അവസാനം ഞാൻ മാത്രമല്ല കുറച്ച് പേർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ കുറെ പേര് സമ്പാദിച്ചിട്ടുണ്ടെന്ന് അവര് പറയുന്നത് അങ്ങനെയാണ്. അത് ഞാൻ കിടുങ്ങിപ്പോയി. എനിക്ക് ആ ഒരു ഡയലോഗിലാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇങ്ങനെ ഒറ്റ വരി കൊണ്ട് ഇത്രയും പൈസ. അവര് ഈ ബോൺ ഫ്രോഡുകളും ക്രിമിനലുകളും ഒക്കെയാണ്. കാരണം അവരുടെ ഉദ്ദേശം തന്നെ ആൾക്കാരെ പറ്റിക്കുക എന്നാണ്. ഇതിനിടയ്ക്ക് ഇപ്പൊ പ്രോഡക്റ്റ് പറഞ്ഞു, നമ്മൾ ഇവിടെയൊക്കെയായിരുന്നു സൈബറിൽ ഭയങ്കര മറ്റേ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, സൈബറിൽ മറ്റേ നമ്പർ ഇതാക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ആപ്പ് വഴി പൈസ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ വീഡിയോ കോൾ വിളിച്ച് ന്യൂഡിറ്റി എടുക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. സൈബർ എന്തായിരുന്നു പറയുന്നതിന്, മറ്റേ പോലീസിലൊക്കെ ഭയങ്കരമായിട്ടും സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. അത് ഇതുപോലെ തന്നെയാണ്. എന്താ പറയാ, നിന്ന നിപ്പില് കാശ് വെച്ചാൽ നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഡിജിറ്റൽ അറസ്റ്റ്. വിളിച്ചിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? എന്നെയോ ഒരു പുറത്ത് പറയാൻ പറ്റുന്നത് അത് ഇതാണോ എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എനിക്കൊരു കോള്, അത് വീഡിയോ കോൾ. അപ്പം ഞാനോർത്ത് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ വീഡിയോ കോൾ വിളിക്കേണ്ട ആൾക്കാരും ഇല്ല. പൊതുവേ എന്നെ അങ്ങനെ വാട്സപ്പിൽ കോൾ ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ എടുത്തപ്പോൾ ഒരു കൊച്ചു ചെറുക്കൻ കൊച്ചു കൊണ്ടുവന്ന് താഴെ വെക്കും. ചെറുക്കൻ കൊച്ചാ, കുഞ്ഞു വെച്ച് ഇങ്ങനെ താഴെ വെക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ അവൻ പാൻ്റ് ഊരും. ഞാൻ ഓടി തള്ളി, എന്നെ നിന്നൊന്ന് വിറച്ച്, എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതേ പോയി ഞാൻ പറഞ്ഞു ഇത് ഇതിന്റെ ഭാഗം വന്നിരത്തില്ല, നോർത്ത് ഇന്ത്യയിൽ എങ്ങാണ്ടാണ്. എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് സെയിം അവസ്ഥ ഉണ്ടായി. ഓൺലൈൻ ആപ്പിൽ നിന്ന് പൈസ എടുത്തിട്ട് പൈസ അടയ്ക്കാണ്ട് ലോൺ എടുത്തിട്ടില്ല, അത് എടുത്തിട്ട് അടയ്ക്കാതെ വന്നപ്പോൾ മോർഫ് ചെയ്ത് അവിടെ ഭർത്താവിൻ്റെ എങ്ങാണ്ട് ഫോട്ടോയോ അവിടെ ആരുടെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിട്ട് അതുപോലും വൃത്തിക്ക് ചെയ്യാൻ അറിയത്തില്ലാത്ത ആൾക്കാർ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് മോർഫിംഗ് ആണെന്ന്. അതൊക്കെയാണ് ഇവർക്ക് എങ്ങനെയാണ് ഈ നമ്പേഴ്സ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ആപ്പിലെ എല്ലാ
നമ്മുടെ ഫോണിലെ ആപ്പിലെ അല്ല, നമ്മുടെ ഫോണിൽ സർവ്വതും ഇവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഓൺലൈൻ ആപ്പ് അല്ലെങ്കിൽ ലോൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലതരം ഓൺലൈൻ ലോണുകളുണ്ട്, ലോൺ ആപ്പുകളുണ്ട്. അപ്പം അതിൽ കുറച്ചെണ്ണമൊക്കെ ലീഗലായിട്ട് നടക്കുന്നുണ്ട്. ബജാജ്, ഫിൻസർവ്, അങ്ങനെ കുറച്ച് മണി വ്യൂ അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് കമ്പനികളുടെ ആണ്. ഇപ്പോൾ ശ്രീറാം ഫിനാൻസ് അവരുടെയൊക്കെ ക്രെഡിറ്റ് ബി ഇതൊക്കെ ലീഗലായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കുറെ കമ്പനികളുടെയാണ്. അതല്ലാതെ ചൈനക്കാർ കുറെ ആപ്പുകൾ ഇറക്കിയിട്ടുണ്ട്. ഇതേ പറയുന്ന പോലെ ക്രെഡിറ്റ് ബി എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബേ എന്നൊക്കെ ആയിരിക്കും. ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ ചിലപ്പോൾ സ്പോൺസേർഡ് ആയിട്ട് കിടക്കുന്ന വല്ല പരസ്യങ്ങളോ അല്ലെങ്കിൽ ആദ്യത്തെ റിസൾട്ടോ ഒക്കെ ഇതേപോലെ ഓരോരോ ആപ്പുകളുടെ APK ആയിരിക്കും. നമ്മൾ ഈ APK ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഈ ലോണൊക്കെ അപ്ലൈ ചെയ്യാനായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. നമ്മളിതിൽ കയറി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ പെർമിഷനും കൊടുക്കും. ഈ പറയുന്ന ബജാജിന്റെയും ബാക്കിയുള്ള ആപ്പുകൾക്കും വരെ എല്ലാ പെർമിഷനും അവർ ചോദിക്കും. അതായത് കോണ്ടാക്ട്, സ്റ്റോറേജ്, മൈക്ക്, ക്യാമറ എല്ലാം എടുക്കും. ഈ പറയുന്ന ഇതെല്ലാം എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇത് കൊടുക്കുമ്പോൾ തന്നെ ഇവര് നമ്മുടെ കോണ്ടാക്ട് ഫുൾ അങ്ങോട്ട് റീഡ് ചെയ്യും. പിന്നെ നമ്മുടെ സ്റ്റോറേജിലുള്ളത് എല്ലാം അവർ റീഡ് ചെയ്യും, ഈ പറയുന്ന ചൈനീസ് ആപ്പുകളാണെങ്കിൽ. എന്നിട്ടായിരിക്കും നമുക്ക് അവർ പൈസ തരാം. ഒന്നാലോചിച്ച് നോക്കും, നമുക്ക് ഈ ഓൺലൈൻ ആപ്പുകൾ നമുക്ക് എങ്ങനെ പൈസ തരാം? നമുക്ക് ഒരു ഈടോ ഒരു എന്താ പറയുക ഒരു ഇതും ഇല്ലാതെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോയി ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പലതും ചോദിക്കും. സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതിയായിരിക്കും. അതല്ലാതെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ആധാരം വരെ ചോദിക്കും. ഒന്നും ഇല്ലാണ്ട് തരുന്നു. ഇവരെന്ത് വെച്ചിട്ടാണ് നമുക്ക് പൈസ തരുന്നത് വെച്ചാൽ നമ്മുടെ ഡാറ്റ വെച്ചിട്ടാണ്. ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിലുള്ള ഫോട്ടോ അല്ലെങ്കിൽ കോണ്ടാക്റ്റുകൾ എല്ലാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പുകൾ ചൈനക്കാരുടെ ഈ തട്ടിപ്പ് ലോൺ ആപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ട്രാപ്പുകൾ. നമ്മളിപ്പോൾ ഒരു 5000 രൂപയാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് 7000 രൂപ അടയ്ക്കാനായിരിക്കും അവർ ആദ്യം പറയാം. 5000 രൂപ എടുത്തു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇവർ 10,000 രൂപ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇവരുടെ ഈ പറയുന്ന കുറെ കളക്ഷൻ ഏജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാർ നമ്മളെ വിളിച്ച് അതും ഇതൊക്കെ പറയാൻ തുടങ്ങും. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഇത് വിളിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഫുൾ കോണ്ടാക്റ്റും നമ്മുടെ ഫുൾ ഡാറ്റയും നമ്മുടെ വാട്സാപ്പിലുള്ള എല്ലാ ഫോട്ടോയും ഇവരുടെ കയ്യിലുണ്ടാവും. നമ്മുടെ കോണ്ടാക്ട് ആരാണ്, ഇത് ആരാണ്, ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ ഫോട്ടോ വെച്ച് അയക്കുന്നു പറയും. ഇവർ അയക്കുകയും ചെയ്യും. കുറച്ച് പേർക്ക് അയച്ചു കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ളവർക്കും കൂടെ അയക്കണ്ടെങ്കിൽ ഇനി പൈസ എടുക്കണം എന്ന് പറയും. ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫുൾ ഡിജിറ്റൽ എക്സ്റ്റോഷനാണ്. എക്സ്റ്റോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10,000 രൂപ ഇവർ പറയുന്ന പോലെ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 കഴിയുമ്പോഴേക്കും ഇനി അടുത്ത ചാർജ്, ഇനി 15,000 രൂപ ഇനിയും വേണമെന്ന് പറയും. അവർ മാക്സിമം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു തരം ഫ്രോഡ് അല്ലെങ്കിൽ സൈബർ ക്രൈം ആണത്. ഡിജിറ്റൽ എക്സ്റ്റോഷൻ എന്ന് മറ്റേ ഈ പറയുന്ന ബ്ലാക്ക്മെയില് ബ്ലാക്ക്മെയിലിങ് അസാധ്യമായിട്ടാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു കസേരയിലിരുന്ന് ഏറ്റുമുട്ടുന്ന പോലെയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് തുറന്ന് നോക്കിയാൽ ഫീൽ ചെയ്യുന്നത്. നീ അല്ലടാ ശരി, എൻ്റെ തെളിവുണ്ടടാ നോക്കടാ. ലാസ്റ്റ് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് എൻ്റെ കാസറ്റിനകത്ത് പുള്ളി പറയുന്ന ഒരു ഡയലോഗുണ്ട്. ലാസ്റ്റ് ഓജി അന്നത്തെ പ്രസ് മീറ്റിൽ വന്നിരുന്നത് മറ്റേ ധൈര്യമുണ്ടെങ്കിൽ വന്ന് മറ്റേ എന്തുവായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ദൈവമേ എന്ത് പതറ്റിക് സിറ്റുവേഷനാണ് അത്. ഇതിലെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്രെഡിബിൾ ആയിട്ട് അഭിജിത്തൊക്കെ പറയുന്നത് കുറച്ച് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളൊന്നുമില്ലെങ്കിലും നമ്മൾക്കൊരു അവെയർ തരുന്നുണ്ട്. അതായത് നാളെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇത് ചിലപ്പോൾ തട്ടിപ്പാണെങ്കിലോ എന്നൊരു ചിന്ത വരുന്നിടത്താണ് ഇങ്ങനെ ആളുകൾ തമ്മിലുള്ളൊരു അടി വന്നിട്ട് ഇതെന്തോ പോലെ തിരിഞ്ഞു പോകുന്നത്. ഓഫ് കോഴ്സ് അത് ഞാൻ സമ്മതിക്കുന്നു. അത് ഈ പറയുന്ന ബിഗ് ബോസ് കാണുന്ന പോലെ അവസാന ആൾക്കാർക്ക് എന്നുള്ളത് എനിക്കൊരു അഭിപ്രായം തോന്നിയിട്ടുണ്ട്. ഈ പറയുന്ന നീ തട്ടിപ്പാണ്, ഞാൻ തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നീ ഡ്രഗ് അടിക്കും, ഞാൻ ഡ്രഗ് അടിക്കും, നീ മറ്റേ പണ്ട് പെട്ലിങ് അല്ലടാ എന്നൊക്കെ അല്ലേ അവസാനം പറയുന്നത്. അതെ എന്നുവെച്ചാൽ ആദ്യം എൻ്റെ കാസറ്റിനകത്തെ ഒരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളീനെ എല്ലാവരും പുകഴ്ത്തി, നീ അവിടെ ആൺകുട്ടി ചുണക്കുട്ടി ഇങ്ങനെ പുകഴ്ത്തി. പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ആരോ ഇവൻ്റെ ഒരു പത്രക്കട്ടിങ് കൊണ്ടിട്ടേക്കുന്നു. ഞാൻ പറഞ്ഞാൽ ഓരോരുത്തരും എന്തൊക്കെയാണോ ചെയ്തു വെച്ചേക്കുന്നത് അതെല്ലാം എടുത്ത് ക്രൈം അടക്കം ഇവരുടെ അടുത്ത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതല്ലല്ലോ നമ്മൾ ശരിക്കും ഇവർ നടത്തുന്ന ഒരു ക്രൈം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയല്ലല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ശരിയാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി ഒരു വലിയൊരു വിഷയമാണ്. ഈ പറയുന്ന ഒരാൾ തട്ടിപ്പാണെന്ന് പറയുമ്പോൾ തിരിച്ച് ഇത് പറയാനുള്ള ഒരു ക്രെഡിബിലിറ്റി വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ
എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ധ്യാൻ്റെ ചെയ്തല്ലോ, അതിനുശേഷം വേറെ 1-2 സീരിയൽ ആർട്ടിസ്റ്റുകളുടെയും സിനി ആർട്ടിസ്റ്റുകളുടെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരാരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും ചെയ്യാറില്ല. കുറച്ച് ഇൻഫ്ലുവൻസ്. കാരണം ഒരാള് നോട്ടീസ് അയച്ചിരുന്നല്ലോ കോർട്ടില്, മറ്റേ ക്രിപ്റ്റോ കറൻസിയുടെ ചെയ്തപ്പോഴല്ലായിരുന്നു നോട്ടീസ് അയച്ചത്, വക്കീൽ നോട്ടീസ് അയച്ച അല്ല ലാസ്റ്റത്തേത്, ക്രിപ്റ്റോ അല്ലല്ല സോറി, ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാം തേർഡായിട്ട് അക്കൗണ്ട് പൂട്ടിയപ്പം അവരവിടെ നിന്ന് ഇത് അയച്ചിരുന്നല്ലോ, എന്താ പറയുക, വക്കീൽ നോട്ടീസ് അയച്ചിരുന്നല്ലോ. അതെന്തായി വക്കീൽ നോട്ടീസ്? വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ട്. അതിന്റെ കുറച്ച് കേസുകളൊക്കെ ഇനിയിപ്പോൾ നടക്കാനുണ്ട്. അയ്യോ, അപ്പൊ ഈ വെറുതെ ഇരുന്നിട്ട് ഇപ്പൊ കേസൊക്കെ മേടിച്ചു കൂട്ടിയേക്കാണോ? ഭാഗമല്ലേ ഇത്. പിന്നെയും വന്നിട്ടുണ്ട്. കുറച്ച് പേടിയുണ്ടോ അഭിജിത്തിനെ? ലൈക്ക് ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ആളുകളോട് ഏറ്റുമുട്ടുന്നത് പണമുള്ളവരുടെ അടുത്താണ്. കാരണം അവർ അക്കൗണ്ട് പൂട്ടിക്കാൻ $4000 എന്ന് പറയുന്നത് 3 ലക്ഷം രൂപ വെച്ചിട്ട് അഭിജിത്തിന്റെ അക്കൗണ്ട് വരെ പൂട്ടിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. അല്ല, ഈ പറയുന്ന ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് 800 കോടിയുടെ പ്രൊജക്റ്റുകളൊക്കെയാണ് നടത്തുന്നത്. പൈസ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ട്രസ്റ്റ്, നമ്മുടെ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളുടെ ഗ്രോസ് വയലേഷനാണ്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം ഒരു പ്രൈവറ്റ് കമ്പനിക്കും പൈസ വാങ്ങിച്ചിട്ട് തിരിച്ച് റിട്ടേൺസ് ഓഫർ ചെയ്യാൻ പറ്റില്ല. അതിന് RBI അംഗീകാരം വേണം, സെബിയുടെ അംഗീകാരം വേണം, ഇതെല്ലാം വേണം. ഒന്നുമില്ലാതെ നടത്തുന്നു എന്നുള്ളത്, അതിനിപ്പോൾ നമ്മുടെ കോടതിക്കും കുഴപ്പമില്ല എന്നാണെങ്കിൽ കേസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രേ ഞാൻ കാണുന്നു. അപ്പൊ ഈ 3ാമത്തെ അക്കൗണ്ടിലേ ഒരു വലിയ പ്രശ്നം വന്നില്ലേ, അവര് ടിക്ക് മേടിച്ചു. അപ്പം ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടേ എന്ന് പറഞ്ഞ് കഴിഞ്ഞിടെ ഒരു പുള്ളിക്കാരൻ മരിച്ചുപോയതല്ല, പുള്ളിയുടെ സ്വത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട്, സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ മരിച്ചെന്നും പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് അയാൾക്ക് ചെയ്യേണ്ടി വന്നൊരു കാര്യം എന്താണെന്നറിയോ? അയാളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ഇയാൾ ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. പല പോലീസുകാരുടെ അടുത്ത് പോയി, ആരും അംഗീകരിക്കുന്നില്ല. ഇത് കഴിഞ്ഞ ഒരു യൂട്യൂബിൽ എന്നിട്ട് കക്ഷി പിന്നെ ചെയ്ത പണി എന്നാന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് എവിടെയോ ചെന്ന ആളുകളെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി, ദ്രോഹിക്കാൻ എന്തോ ഒരു രീതിയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രേതം വന്ന് ചെയ്യില്ലല്ലോ, ഇയാൾ ചത്തിട്ടില്ലെന്ന് തെളിയിക്കണ്ടേ. അവസാനം അങ്ങനെ പോലീസ് ഇയാൾ മരിച്ചിട്ടില്ല എന്ന് സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ടി വന്നു. അതുപോലെയാണ് ഇപ്പൊ അഭിജിത്തിന്റെ കാര്യം. കാരണം അഭിജിത്തിന്റെ ID ഫേക്ക് ചെയ്യുക ചെയ്തേ. കാരണം ആധാർ പോലുള്ള ID ഫേക്ക് ചെയ്ത് ബ്ലൂടിക്ക് വാങ്ങിക്കുകയോ ചെയ്തു. വേറെ ഐഡിയ അല്ലല്ലോ ഇതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംപെർസണേഷൻ ആണല്ലോ, ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. പുറം രാജ്യങ്ങളിലാണെങ്കിൽ ഇത് വലിയ കേസാണ്. നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ നാട്ടിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ തിരിഞ്ഞു. അതെ അതെ. ഞാൻ ഇതിന്റെ കേസ് പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാർ ഞാൻ പറഞ്ഞു ഇതേപോലെയൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായി സാർ, എൻ്റെ അക്കൗണ്ട് അത് എൻ്റെ പൈസ എല്ലാം പോയാ ഇല്ല. ഓക്കെ സാർ, അപ്പോൾ ഇവിടെ കേസ് എടുക്കില്ല. കേസ് എന്നിട്ട് എനിക്ക് സൈബർ റൂറൽ കൊടുക്കേണ്ടി വന്നു. കേസ് ഇപ്പോൾ ഓടുന്നുണ്ട്. അപ്പം മെറ്റയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിനോ അത്, കാരണം ഇവർക്കൊക്കെയും ലീഗലി മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ തിരിച്ചെടുക്കാനൊക്കെ പറ്റുന്ന ഒരു സംവിധാനം ഇപ്പം നിലവിലുണ്ടല്ലോ, അതൊന്നും ശ്രമിച്ചില്ല? അല്ല, അതിൻ്റെ ഭാഗമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നമുക്ക് ലീഗൽ നോട്ടീസ് അയച്ചിട്ട് അതിൽ കാര്യമില്ല. കാരണം നമ്മുടെ അഡ്വക്കേറ്റ് ഫ്രണ്ടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഈ പറയുന്ന കേസ് മെറ്റേനെ പ്രതി ചേർത്തിട്ട് കേസ് കൊടുക്കണം എന്നുള്ള രീതിക്ക് തന്നെയാണ് പറഞ്ഞത്. അത് തന്നെ ചെയ്തിരിക്കുന്നത്. അഭിജിത്തിന്റെ ഇത് പൂട്ടിപ്പോയപ്പോൾ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിപ്പോയപ്പോൾ ആൾക്കാർ പറഞ്ഞു, ആ ചെക്കന് ഒരു 1.5 പൂട്ടാ പൂട്ടിയത്. കാരണം ഇനി അവന്റെ പേരിൽ പോലും ഒന്നും തുടങ്ങാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഒരു വെരിഫൈഡ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പിന്നെ ഒരു അക്കൗണ്ട് എനിക്ക് തുടങ്ങാൻ പറ്റൂല. കാരണം ഈ പറയുന്ന വെരിഫൈഡ് അക്കൗണ്ടിന് ഇംപെർസണേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറുണ്ട്. ഞാനാണെങ്കിൽ ഈ പറയുന്ന മെറ്റയ്ക്ക് എന്തിനാ പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് വെക്കണമെന്ന് വിചാരിച്ച് എല്ലാ മാസം 639 രൂപ കൊടുക്കണം. അല്ല, ഓൾറെഡി ഫസ്റ്റത്തെ അക്കൗണ്ട് ബ്ലൂടിക്ക് വാങ്ങിച്ചു വെച്ച് പൈസ കൊടുത്ത് ചെയ്തോണ്ടിരിക്കുന്നതായിരുന്നല്ലോ. അതെ, അത് പൂട്ടിപ്പോയി. പിന്നെയും ഇവർക്ക് എന്തിനാ പൈസ കൊടുക്കുന്നത്? നമ്മൾ പൈസ കൊടുത്തിട്ടും പൂട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ കൊടുത്തത്. അപ്പൊ അവരത് പൂട്ടി. അപ്പൊ പിന്നെ പക്ഷെ പിന്നെ ഇപ്പോൾ കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഇത് കൊടുത്തില്ലെങ്കിൽ ഇവർ അടുത്ത ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ അതിനും ടിക്ക് എടുക്കും. പിന്നെ നമ്മുടെ മെയിൻ അക്കൗണ്ടുകൾ ഡിലീറ്റ് ആയി പോകുന്നുള്ള ഒരു അവസ്ഥയാണ്. അല്ല, ഇപ്പോൾ ഒരു ഹീറോ പരിവേഷം അഭിജിത്തിന് കിട്ടുന്നുണ്ട്. കാരണം ധൈര്യത്തോടെ വിളിച്ചു പറയുന്ന എന്നുള്ളൊരു, ഞാൻ പറയണത് സോഷ്യൽ മീഡിയ ആണ്. എപ്പോൾ വേണേലും ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോയ ആൾക്കാർ ഇങ്ങനെ ഇടും. നമ്മൾ ഇങ്ങനെ ഉയരം, ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഇൻ്റർവ്യൂ മറ്റുള്ളവരോട് ചോദിക്കുന്നത്, നമ്മുടെ
നമ്മുടെ 100 നല്ലതിനിടയ്ക്ക് നമ്മുടെ ഒരു കുഞ്ഞു മിസ്റ്റേക്ക് മതി നമ്മൾ താഴെ പോവാൻ. അപ്പം ഈ ഫെയിമിന്റെ ഒരു വശമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് പല ആൾക്കാരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന പോലെ ഒരു ഹീറോ പരിവേഷം കിട്ടുമ്പോൾ അഭിജിത്തിന് എന്താ പറയാനുള്ള? ഈ ഒരു ഹീറോ അല്ല, ഇതെന്റെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഇതെന്റെ കണ്ടന്റ് ആണ്, എന്താ പറയാനുള്ളത്? അങ്ങനെ ഞാനങ്ങനെ ആരെയും എന്താ പറയുക ഹീറോ പരിവേഷം അങ്ങനെ ഒന്നും എന്താ പറയുക കൺസിഡർ ചെയ്യുന്നില്ല. നമുക്കിതെല്ലാം ഒരു കണ്ടന്റ് ആണ് എന്നുള്ള ഒരു രീതിയാണ് മാത്രമേ ഉള്ളൂ. കണ്ടന്റിനപ്പുറം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണല്ലോ കണ്ടന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. നമുക്ക് ഇപ്പോൾ പറയുന്ന പലതരം പരസ്യങ്ങളും പല പ്രൊമോഷനുകളും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പോലും നമ്മൾ നോക്കിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതും അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ മുഖാന്തരം ആരെങ്കിലും എന്തെങ്കിലും പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതും നമ്മളെ ബാധിക്കും, നമുക്കത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് എന്നുള്ളതുകൊണ്ട് പലതും ചെയ്യാത്തത്. ഓർക്കുന്നുണ്ടെന്നില്ല, അടുത്തിടെ ഒരു കുലുക്കിക്കുത്തല്ലോ ലോട്ടെടുത്തത് എന്തോ താഴെ ഒട്ടിച്ച് വെച്ച പേപ്പർ എടുത്തു എന്നും പറഞ്ഞിട്ടൊരു, അതെ ഞാൻ പേര് പറയാത്തതാണ്, പരമ്പൂർവ്വം പേര് പറയാത്തതാണ്. അപ്പം ആ ലോട്ട് എടുത്തായിരുന്നല്ലോ, ആ ലോട്ട് എടുത്ത് അപ്പം അതവിടെ ലൈവായിട്ട് കാണിച്ചത് കൊണ്ടാണ് ആളുകൾ അത് കണ്ടുപിടിച്ചത്. അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ട് ഏതോ ഒരെണ്ണത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാറ് കിട്ടിയവനെ, ഏതോ ഒരാളുടെ കാറ് കിട്ടിയവൻ, നിങ്ങൾ കണ്ടോ? ഏതോ ഒരു വീഡിയോക്കകത്ത് ഇങ്ങനെ അയാളെ കാണിച്ചൊരു വീഡിയോയും കൂടെ ഞാൻ കണ്ടിരുന്നു. നമുക്ക് എങ്ങനെയായിരിക്കും അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ പേഴ്സണലി അറിഞ്ഞാലല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാം. പിന്നെ അല്ലെങ്കിൽ ഇവരുടെ നാട്ടുകാർ ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞിൻ്റെ ഈ പറഞ്ഞ ഗിവ് അവേയിൽ തന്നെ അത് കിട്ടിയതിൻ്റെ മുകളിലുള്ള കുറേ കോൺട്രവേഴ്സി വന്നല്ലോ. ഒന്നാമത്തെ കാര്യം അങ്ങനത്തെ കാര്യങ്ങൾ ആ പറയുന്ന ഗിവ് അവേയും കൂടെ അല്ല, അത് വെറും ലോട്ടറി തന്നെയാണ്, ഇല്ലീഗൽ ലോട്ടറി എന്നാണ് പറയേണ്ടത്. നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ് അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കിടക്കേണ്ടതാണ്. ഈ ഇടയ്ക്ക് ഒരു ആൾക്ക് ഇതേപോലെ വീട് ഇതേപോലെ എന്താ പറയുക കൂപ്പൺ വെച്ച് വിറ്റിട്ട് കേസ് വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ഒരു സാധാരണ ആൾ. ഈ പറയുന്ന ഈ പാണ്ടിക്കാട് കുഞ്ഞിനും ഇതേപോലെ പല ഇൻഫ്ലുവൻസേഴ്സിനും ഒന്നും കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ചെയ്യുന്നത് കൂർഗിൽ വെച്ചിട്ടാണ്. കൂർഗിൽ പല ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്, കൂർഗിൽ പണ്ട് തൊട്ടേ ഇത് നടക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഇൻഫ്ലുവൻസർ, കേരളത്തിലെ കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ലാഭവിഹിതം കൊടുത്തുകൊണ്ട് മാത്രമാണ് അവർ ചെയ്യുന്നത്. അതെ, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൂപ്പൺ അടിച്ച് വിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ഇപ്പോൾ ആ പറഞ്ഞ വീട് പ്രവാസിയുടെ. പക്ഷെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് ഇതുപോലെ കൂപ്പൺ അടിച്ച് കൊടുക്കേണ്ടി വന്നു, വീട് വിൽക്കേണ്ടി വന്നു. പക്ഷെ പുള്ളി അതൊരു ബിസിനസ് പരമായിട്ട് എന്തോ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിലെങ്ങനെയാണ് ലാഭം വർക്കൗട്ട് ആവുന്നത്? ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു വീട് ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപയ്ക്ക് വെറുത്തായിട്ടുള്ളൊരു വീട് നമ്മൾ 1000 രൂപയ്ക്ക് കൂപ്പൺ ഇട്ടു, ഒരു 10,000 പേര് അല്ലെങ്കിൽ ഒരു അത്രയും കൂപ്പൺ വിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ബാക്കിയെല്ലാം നമുക്കുള്ള ലാഭമാണല്ലോ. ഇപ്പോൾ ഒരു ആൾക്ക് കടമുണ്ട്, 20 ലക്ഷമാണ് കടം. ഈ പറയുന്ന സാധനം നമ്മൾ കടത്തിലാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ നമ്മളെ ചവിട്ടിയിട്ടായിരിക്കും പൈസ പറയുക. അതൊക്കെയാണ് അതിൻ്റെ ഒരു. പക്ഷേ ഇത് ലീഗൽ സൈഡ് നോക്കുകയാണെങ്കിൽ അത് ഇല്ലീഗലായിട്ട് തന്നെയാണ് വരിക. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കേസ് വന്നെന്ന് പറഞ്ഞില്ലേ, അതും ഇതേപോലെ ഒരു സാധാരണക്കാരന് ഇതേപോലെ കടം കയറിയിട്ട് വീട് കൂപ്പൺ വിറ്റു, അത് കണ്ട് കേസ് വന്നു. ഞാൻ കണ്ടിരുന്നു കണ്ണൂർ. പിന്നെ കേസ് വരുമല്ലോ, അത് കേസ് കൊടുക്കേണ്ട ലോട്ടറി വകുപ്പാണ്. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ എതിരെ ഈ പറയുന്ന സാധാരണ ആൾക്കാരുടെ അടുത്ത് പുറകെ പോകണതിന് പകരം ഈ പറയുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇതൊക്കെ ഇപ്പോഴും നടത്തുന്നില്ല, ഇവരുടെ ഒക്കെ പുറകെ പോകേണ്ട ഈ ലോട്ടറി വകുപ്പ് ശരിക്കും പറഞ്ഞാൽ. ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇപ്പോൾ അഭിജിത്ത് ഇങ്ങനെ കുറേ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്, അഭിജിത്തിന് എപ്പോഴെങ്കിലും പേടി, ഞാൻ മുന്നേയും ചോദിച്ചിരുന്ന പേടിയുണ്ടോ? ആരെങ്കിലും ത്രെട്ട് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ത്രെട്ടണിങ് ഇടയ്ക്കൊക്കെ വരാറുണ്ട്. എന്താണ് ത്രെട്ടണിങ് ആയിട്ട് മെയിനായിട്ട് പറഞ്ഞത്? എന്താണ് അവർ പറയുന്നത് ത്രെട്ടണിങ്ങിൽ? ഇല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, എനിക്ക് പറയാൻ പറ്റുന്ന രീതിക്കുള്ള. അത് ഒരു പെൺകുട്ടിയുടെ, അതായത് സാധാരണ ആൾക്കാർ വിളിച്ച് നിന്നെ അടിക്കോടെ അങ്ങനെ വല്ലതും പറഞ്ഞാൽ നമുക്ക് വലിയ വിഷയമില്ല, വെച്ചാൽ ചെയ്യാൻ. പക്ഷേ ഈ ചെറിയ വല്ല പെൺപിള്ളേർ വന്നു കഴിഞ്ഞത് ഞാൻ കൈ മുറിക്കും, ഞാൻ കഴുത്ത് മുറിക്കുന്നു പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും? അതെന്തിന്? ആ കൊച്ച് എന്താണ് ഒരു ഗ്യാംബ്ലിംഗ് ആപ്പിന്റെ എന്തൊക്കെയോ പ്രൊമോഷൻ ചെയ്ത് അതിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നിട്ട് വിളിച്ചു പറഞ്ഞത് ഞാൻ കൈ മുറിക്കും. വിളിച്ചില്ല, എന്നെ വിളിച്ചില്ല, പരിചയമുള്ളൊരു കുറേ പേരെ ആൾക്കാരൊക്കെ വിളിച്ച് കൈ മുറിക്കുന്ന വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്ത്. പിന്നെ മറ്റേ ഒരാഴ്ച കൊച്ചിൻ്റെ സ്റ്റാറ്റസുകൾ മൊത്തം ഇതുപോലെ മറ്റേ ഡിപ്രഷൻ സ്റ്റാറ്റസുകളായിരുന്നു.
അത് അത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഇപ്പം നമ്മൾ അറിയാതെ ചെയ്തു എന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ അറിയാണ്ട് ചെയ്തു, ഒരാൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പെട്ടെന്നൊരു കാശിന് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, അല്ലെങ്കിൽ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ കയറ്റി വരുന്നത് എനിക്കറിയില്ല, അവർ ഉടായിപ്പാണെന്ന്. ഞാൻ പോകുന്നു, ചെയ്യുന്നു. അപ്പം അതൊരു തട്ടിപ്പാണെന്ന് അറിഞ്ഞാൽ അത് വെരി നെക്സ്റ്റ് മൊമെൻറ്റ്, ഇപ്പം ഞാൻ ഈ സ്പോട്ടിലായിരുന്നെങ്കിൽ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് ഞാനൊരു വീഡിയോ ചെയ്താൽ മതിയാകുമോ, അതോ ഞാൻ ഈ പറയുന്ന എനിക്ക് കിട്ടിയ എമൗണ്ട് തിരികെ എവിടെ ഏൽപ്പിക്കണം? അല്ല ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ല ഇപ്പം നമ്മുടെ ക്രെഡിബിലിറ്റി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞിട്ട് നമ്മൾ അറിയാതെ എന്തെങ്കിലും ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അപ്പോളജി ആയിട്ട് നമ്മുടെ വേറെ ആരെയും ബോധിപ്പിക്കാനല്ല, നമ്മുടെ സ്വന്തം ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള രീതിക്ക് അവർക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളതാണ് പ്രൈമറിലി ഞാൻ പലതും ചെയ്ത് കണ്ടിട്ടുള്ളൂ. പിന്നെ അതല്ലാതെ പൈസ ഇപ്പൊ പറയുന്ന ഇതേപോലെ നമ്മൾ പരസ്യം ചെയ്തിട്ട് ചില ആൾക്കാരുടെയൊക്കെ ലക്ഷങ്ങളെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവർക്ക് നമ്മളിത് പൈസ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു ചോദ്യം. അല്ല, നമ്മള് പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, അതും ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിബിലിറ്റി വീണ്ടെടുക്കലിന്റെ ഒരു മറ്റൊരു ഭാഗമാണ്. അതെ അതെ അതെ. ഇപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ജോജി തമ്പിയുടെ പൈസ എപ്പോഴും കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഓരോരുത്തരൊക്കെ ഇങ്ങനെ പൈസ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ചിലവരിങ്ങനെയൊക്കെ വെച്ച് വീശുന്നതൊക്കെ കാണുമ്പോൾ ഇത് എവിടെ നിന്നാ നമുക്ക് മാത്രം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അസൂയ കൊണ്ടല്ല, ഇതെങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അതൊരു സൂട്ട് കേസ് ഓർക്കുമ്പോൾ പൈസ അവിടെ പണ്ട് വേറെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, വേറൊരു പയ്യൻ സുജിൻ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്, പുള്ളിയുടെ ആയിരുന്നു ഈ പൈസയുടെ ഇതിൽ കോമഡി. പുള്ളിയുടെ ബെഡിനകത്ത് പൈസ വരച്ചിട്ട് അതിന്റെ മുകളിൽ കിടക്കുന്ന വീഡിയോ ആയിരുന്നു ആള് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ ഞാൻ കണ്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ആളുടെ പേര് പറയില്ല. അതെനിക്ക് പേഴ്സണലി എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നൊരു വീഡിയോ. അതായത് ആളുകളെ കാണാൻ പോകും, എവിടെയെങ്കിലും നമ്മളൊക്കെ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ആളുകളെ കാണാൻ പോകും. ആ കാണാൻ പോകുമ്പോൾ, അതായത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ചെറിയ ക്ലിപ്പിങ്സ് കണ്ടിട്ട് ആളുകളെ കാണാൻ പോയിട്ട് അവർക്ക് കെട്ടുകണക്കിന് കാശ് ലൈവായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കും. അങ്ങനെ ഒരാളുണ്ട് ഇവിടെ. അതും ഈ പറഞ്ഞ ആള് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ അല്ല, സുജിൻ മാത്രമല്ല, സുജിൻ അല്ലാതെ കണ്ടിട്ടില്ല. നീ മറ്റേ ആളാരാണെന്ന് പറഞ്ഞു മനസ്സിലായില്ല. അനന്തു, ഡോക്ടർ അനന്തു. അയ്യോ, മനസ്സിലായി. ഇപ്പം ടോണി അച്ചായൻ. ഓ, ആ ടീം, ചാരിറ്റി ടീം. എനിക്ക് എന്നുവെച്ചാല് അവരത് ചെയ്യുമ്പോൾ ഈ പറയുന്ന പണം ഇത് കിട്ടുന്ന ഒരു ചാരിറ്റി ആയിട്ടാണെന്ന്. പക്ഷെ ഇവർക്കൊക്കെ എങ്ങനെയാണ് ചാരിറ്റി ഇത്രയും പബ്ലിക്കായിട്ട് ഇത്ര പണം കൊണ്ട് ആറാടാൻ പറ്റുന്നത്? അറിയില്ല. ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ പല നിയമങ്ങളും ഉണ്ട്. ഇത്രയും ലക്ഷങ്ങൾ അല്ലെങ്കിൽ 50,000-ന് മുകളിലുള്ള ട്രാൻസാക്ഷനുകൾ ഈ പറയുന്ന ഫിസിക്കലായിട്ട് കൊടുക്കാൻ പറ്റില്ല, ഓൺലൈനായിട്ട് മാത്രമേ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ നോക്കേണ്ടത് IT വകുപ്പും ബാക്കിയുള്ള വകുപ്പുകളൊക്കെയാണ്. ഇവർക്കൊന്നും ഒരു വിഷയം അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, ഇത് ഇവരുടെ കുറച്ച് നന്മ ചെയ്താൽ ബാക്കിയുള്ളതൊക്കെ മറക്കാം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ അതല്ലേ, നന്മ അല്ലെങ്കിൽ ചാരിറ്റി എന്ന് പറയുന്ന ഒരു ബിസിനസ് ആണെന്ന് പുള്ളി തെളിയിച്ചതാണ്. പുള്ളി എന്തൊക്കെ ഫ്രോഡുകൾ ചെയ്യുന്നുണ്ട്. ഒരു MLM കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ അതിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വിട്ടുപോയി പൂട്ടുന്നതിൻ്റെ വക്കത്താണ്. പിന്നെ ബോച്ചട്ടി എന്ന് പറഞ്ഞിട്ട് അതും ഇതേപോലെ ഇല്ലീഗൽ ലോട്ടറി എന്നുള്ള പേരിൽ കേസൊക്കെ നടന്നു. അതിൻ്റെ മുകളിൽ കുറേ ഉടായ്പകൾ നടന്നിട്ടുണ്ട്. പിന്നെ ഓക്സിജൻ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് അതും ഇതേപോലെ അതിൻ്റെ പേരിൽ കുറേ തട്ടിപ്പ്. ഇഷ്ടം പോലെ ഫണ്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും പുള്ളി പിടിച്ചു വെക്കുന്നത് ഈ ചാരിറ്റിയുടെ മുകളിൽ മാത്രമാണ്. കാരണം പുള്ളിയുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒരുപാട് ആൾക്കാരെ എന്തൊക്കെ ചെയ്താലും പുള്ളി സഹായിക്കുന്നുണ്ട്. നിനക്ക് പറ്റുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചെയ്യുന്ന പോലെ നീ ഒരാൾക്ക് 1 കിലോ അരിയെങ്കിലും നീ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ ഡയലോഗ് എനിക്ക് പറയാൻ പറ്റിയത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നീ 1 കിലോ അരിയെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാൻ അരി വാങ്ങിച്ചു കൊടുക്കാതിരിക്കും. പക്ഷെ അത് ഞാൻ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കില്ല. സിമ്പിൾ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ചാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല ചെയ്യേണ്ടത് എന്നാണ് ഒരു ശരിക്കും പറഞ്ഞാൽ. ഈ നാട്ടിൽ ഈ പറയുന്ന വീഡിയോ എടുത്ത് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല രീതിക്ക് ഒരു പേര് പോലും പുറത്ത് പറയാണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ചാരിറ്റി ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒരു ചെക്ക് കൊടുക്കുമ്പോൾ അതിൽ പേര് പോലും കൊടുക്കാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്ക് ഈ പറയുന്ന ചെയ്യുന്നത് അതിനുള്ള ക്രെഡിറ്റോ ഒന്നിനും വേണ്ടിയിട്ടല്ല അവർ ചെയ്യുന്നത്. അവരവരുടെ ജീവകാരുണ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ
മനസ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ അടുത്തിടെ ഒരു പയ്യന് വേണ്ടിയിട്ട് എന്റെ 11 കോടി എങ്ങാണ്ട് ഒരാള് ചെക്ക് പോലും പേര് പോലും ഇല്ലാണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് എന്താ പറയുക, അവർക്ക് വലിയ ആളാവണമെന്നോ 4 ആളെ അറിയിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഈ പറയുന്ന ആൾക്കാർ ഇപ്പോൾ ഈ ടോണി അച്ചായനാണെങ്കിലും ബോബി ചെമ്മണ്ണൂറാണെങ്കിലും അനന്തു ആണെങ്കിലും ഇവരൊക്കെ ചെയ്യുന്നത് ഈ ചാരിറ്റീനെ ഒരു ബിസിനസ്സായിട്ട് അതിനെ അവരുടെ ബ്രാൻഡാക്കിയിട്ട് അതിനെ ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് നമ്മുടെ ഒരു നന്മമരം കളിച്ച് അപ്പോൾ നമ്മുടെ കൂടെ ഈ പറയുന്ന നന്മ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുമ്പോൾ അതിനെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും. വളരെ എളുപ്പമാണ് സപ്പോർട്ട്. നമ്മുടെ റീച്ച് ഉണ്ടാക്കാനും ആൾക്കാരുടെ സപ്പോർട്ട് വാങ്ങിക്കാനും അല്ലെങ്കിൽ കുറേ ആൾക്കാരെ കൂടെ നിർത്താനും ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് നല്ല കാര്യം എന്നല്ല, അങ്ങനെയല്ല, അവർക്ക് നല്ല കാര്യം, അവരുടെ ബിസിനസ് വളർത്താൻ നല്ലൊരു മാർഗം തന്നെയാണ്. പക്ഷെ അതിൽ കൂടുതൽ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു ഷോ എന്നുള്ള പലതും കുറേ ഷോ എന്നുള്ളതും കുറച്ച് വിഷയമാണ്. പക്ഷെ ആളുകൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചെന്ന് പറഞ്ഞാലും ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റിൽ വന്ന ആൾക്കാർ പറയും നിനക്കെന്താടാ, നീ വല്ല ഇത് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ. ഇത് കമന്റ് മാത്രമല്ല, നമ്മളിപ്പം നാളെ ഒരു സംഭവത്തിൽ ഇരിക്കുകയാണെന്ന് വെച്ചു, നമ്മൾ ഇത് പറയണം ഇങ്ങനെ വരുന്നതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞാലും 1 രൂപ ആരെങ്കിലും വെറുതെ തരാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ്. അതെ, നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് അതൊരു എന്ത് ചെയ്താലും വെറുതെ ഇരുന്ന് എങ്ങനെ കാശുണ്ടാക്കാമെന്ന് ആലോചിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. ഇപ്പം ഞാൻ പല വീഡിയോകളിലും പറയുമ്പോൾ നമ്മുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലാവും എന്നുള്ളൊരു കാരണമാണ്. പല ആൾക്കാർക്കും മനസ്സിലാവുന്നുണ്ട്, കാരണം പല ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു അവയർനെസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവയർനെസ് കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ ഈ പറയുന്ന നമ്മൾ വിചാരിക്കും ഈ പറയുന്ന വലിയ സർക്കാർ ഉദ്യോഗസ്ഥരും വലിയ എന്താ പറയുക റിട്ടയർ ആയ ആൾക്കാർ ഇത്രയൊക്കെ വലിയ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരും നാട്ടിലെ പോലീസുകാരും IAS ഇവരൊക്കെ ഭയങ്കര വിജിലൻ്റ് ആയിരിക്കും, ഇവരൊന്നും ഒരു തട്ടിപ്പിലും പോയി വീഴില്ല. ഇവരാണ് ഇതിലൊക്കെ പോയി ആദ്യം വീഴുന്നത്. ഹൈറിച്ചിൻ്റെ തട്ടിപ്പിൽ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. പുള്ളി ഇതേപോലെ ഹൈറിച്ച് എന്ന് പറഞ്ഞിട്ടൊരു തട്ടിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇവിടെ പുള്ളി എറണാകുളത്ത് തന്നെയായിരുന്നു. പുള്ളി ഇവിടെ ഒരു പരിപാടിയൊക്കെ നടത്തി. അപ്പോൾ പുള്ളിക്ക് ഒരു ഷോപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി ഒരുപാട് ആൾക്കാരെയൊക്കെ ഇങ്ങനെ ചേർത്ത് പുള്ളി തന്നെ പറയണം, ഞാൻ ചേർത്ത് വിട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഹൈക്കോർട്ടിലെ വക്കീലും IPS ഉദ്യോഗസ്ഥരും ബുദ്ധിപരമായി നമ്മൾ കരുതുന്ന ആളുകളാണ്. അത് ശരി. അല്ല, ഞാൻ അഭിജിത്ത് എപ്പോഴെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? പറ്റിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ രീതിയില് പണപരമായിട്ടുള്ള രീതിക്ക് പറ്റിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അതിൽ നിന്നാണോ ഇങ്ങനെയൊക്കെ വന്നത്? നമുക്ക് പേഴ്സണലായിട്ട് പറയാൻ വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. അല്ല, പേഴ്സണലി അല്ല ഞാൻ ചോദിച്ചു, ഇത്തരം സ്കാമുകളിൽ ചെന്നപ്പെട്ടിട്ടുണ്ടോ? സ്കാമുകൾ തന്നെ പേഴ്സണലായിട്ട് നമ്മുടെ ഇന്ന് പൈസ അതൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അതല്ല, നമുക്കിപ്പോൾ ബിസിനസ് ഡീലുകളിലും കാര്യങ്ങളിലും ഒക്കെ വരുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ. നമ്മൾ വിചാരിക്കും ഇവരൊന്നും ചതിക്കൂല, അങ്ങനെ വന്ന് ചതിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ. തീർച്ചയായും നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയും വിശ്വസ്തനായി, നമ്മൾ ഇത്രയും കാലം കൂടെ വന്നിട്ടുള്ള എന്നുള്ള ആൾക്കാർ, അതൊക്കെ കുറച്ച് അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അല്ലാണ്ട് സ്കാമിൽ പെട്ടിട്ടില്ല. അങ്ങനത്തെ 10 ഇട്ടാ 100 കിട്ടും, അങ്ങനത്തെ സ്കാമുകളിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചിരി ഇങ്ങനെ ഉണ്ടല്ലേ? അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ ഞാൻ പെട്ടിട്ടുണ്ടോന്നതിനെക്കാട്ടിലും ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ നല്ല രീതിക്ക് പെട്ടിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അതായത് പുള്ളി ഒരു കാലത്ത് നമ്മുടെ ഒരു ക്ലോസ് സുഹൃത്ത് തന്നെയായിരുന്നു. പക്ഷെ ഒരു 5-6 വർഷമൊക്കെ പുള്ളി ഗാംബ്ലിംഗ് ആപ്പുകളുടെ പുറകെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഉണ്ടായിരുന്ന പണിയൊക്കെ വിട്ട് ഫുൾ ടൈം ഈ പറയുന്ന ഗാംബ്ലിംഗ് ആപ്പുകളിൽ നിന്ന് പൈസ ഉണ്ടാക്കി. ഒരു കാലത്ത് പുള്ളി ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. റമ്മി അല്ല, പല ഈ പറയുന്ന ബെറ്റിംഗ് ഉണ്ടല്ലോ, സ്പോർട്സ് ബെറ്റിംഗ്, ക്രിക്കറ്റിന്റെ ബെറ്റിംഗ്, മറ്റേ അങ്ങനത്തെ പല ബെറ്റിങ്ങുകളും ഗാംബ്ലിംഗ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ. റമ്മി മാത്രമൊന്നുമല്ല, ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനകത്തായിരുന്നു പുള്ളിയുടെ ഒരു കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ പുള്ളിയുടെ ലൈഫൊക്കെ നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താ ഇവിടെ ഒരു മാസം തട്ടിമുട്ടി പോകണമെങ്കിൽ തന്നെ ലക്ഷങ്ങളോ വേണം എന്നുള്ള ലെവലിലാണ് പുള്ളിയുടെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ പുള്ളി അത്രയും ഒരു ഇതിലാണെങ്കിൽ പോലും പിന്നെ അത് ഭയങ്കര ഒരു അഡിക്ഷൻ രീതിക്കായി. ഭയങ്കര ഒരു പുള്ളി അതിൽ പൈസ ഇട്ട് അവസാനം വീട് വരെ
എന്താ പറയുക വിൽക്കേണ്ടി വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ബാക്കിയുള്ള ആൾക്കാരുടെ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ടൊക്കെ എന്താ പറയാ ഈ ഗാംബിൾ ചെയ്യാനും അല്ലെങ്കിൽ ബെറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങി. എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുള്ളിക്ക് പിന്നീട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവസാനം വീട് വരെ വെക്കേണ്ട അവസ്ഥ വന്നു. എന്ത് ചെയ്യും? എന്നോട് ചോദിക്കുക ഗാംബ്ലിങ്ങിൽ പെട്ടിട്ടുണ്ടോന്ന്. പെട്ടിട്ടുണ്ടാവും. ചോദിക്കുന്നോട് അങ്ങനെ തന്നെ ചോദിക്കും. ശരണി പെട്ടിട്ടുണ്ടോ? ഞാനാ പെട്ടിട്ടില്ല. കാരണം ചോദിക്കേ. കാരണം എന്നാന്ന് ചോദിക്കും. അങ്ങനെ തന്നെ ചോദിക്കേ. കാരണം എന്താ? ഇതിലിടാനുള്ള പൈസ വേണ്ടേ? അതുകൊണ്ടല്ലേ എനിക്ക് പെടാൻ പറ്റത്തുള്ളൂ. അത് പെടാനുള്ള കാശൊന്നും ഇല്ലാത്തോണ്ട് ഇന്ന് വരെ പെട്ടിട്ടില്ല. അല്ല, അത് തമാശ പറഞ്ഞല്ല. ഞാൻ എപ്പോഴും ചിന്തിക്കും ഗാംബ്ലിങ്ങിൽ പെടുന്നവർക്ക് അത് എടുക്കാനുള്ള കാശുള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? അങ്ങനെ അല്ല. ഇല്ല, നമുക്കത് തിരിക്കാൻ ഒരു സോഴ്സ് ഉള്ളത് കൊണ്ടാണ്. എനിക്ക് അങ്ങനെ പോലെ ഞാൻ പറഞ്ഞ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ദാരിദ്ര്യമല്ല പറയുന്നേ. ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല. അതായത് ഇപ്പൊ എനിക്ക് ഇത്ര രൂപ കിട്ടുന്നുണ്ട്, ഞാനത് ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാനൊരു സാലറീഡ് ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ എനിക്ക് 35,000-40,000 രൂപ സാലറി എന്ന് വെച്ചോ. അത് പിരിച്ച് പോകേണ്ട ഒരു ഘട്ടമുണ്ട്, ഒരു മാസം ഓടിക്കേണ്ടതുണ്ട്. ഇത് ഗാംബ്ലിങ്ങിൽ പോയി 10 രൂപ കൂടുതൽ ഉണ്ടാക്കാന്ന് പറഞ്ഞു ഈ മാസം കഴിയുമ്പോഴേക്കും പിന്നെ പൈസ ഇല്ലല്ലോ. മാസം എന്തിനാ സാലറി വീഴുന്നതിന് പിറ്റേ ദിവസം അത് ഇല്ലല്ലോ. അതായത് ഞാൻ പറയണത് ഒരുമാതിരിപ്പെട്ട് വിജിലന്റ് ആയിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരനൊന്നും ഇതിൽ പെടാത്ത എന്തുകൊണ്ടാണ്. കുറച്ച് മുമ്പ് ഹൈ ക്ലാസിന്റെ കാര്യം പറഞ്ഞില്ലേ? അല്ല, ഇതില് വേറൊരു കാര്യമുണ്ട്. ഞാൻ കുറെ ചെറിയ കുട്ടികൾ പോയി പെട്ടിട്ടുണ്ട്. പിള്ളേർക്ക് ഗെയിം അഡിക്റ്റഡ്. ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഈ പിള്ളേർക്ക് ഇതൊക്കെ എവിടുന്നാ പൈസ? ഇവര് മറ്റേ വീട്ടുകാരുടെ പൈസ വരെ അടിച്ചു മാറ്റിയിട്ടാണ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ന്യൂസുകളുണ്ട്. ഇപ്പം അത് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിക്കണം എന്ന് ഓർത്തായിരുന്നു. മറ്റേ നമ്മളാ പറഞ്ഞല്ലോ, ഈ കളിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു കിക്ക് ഉണ്ടാവുന്നതുണ്ടെന്നും ഇവർക്ക് അത്യാവശ്യമായിട്ട് സൈക്കോളജിസ്റ്റിൻ്റെ എന്താ പറയുക തെറാപ്പിസ്റ്റിനെ കാണണമെന്നും പറയുന്നുണ്ടല്ലോ. ഇതെങ്ങനെയാണ് അഭിജിത്തെ നമുക്ക് പറയാൻ സാധിക്കുന്നത്? അതായത് എനിക്ക് പറയാൻ സാധിക്കുന്നത് വെച്ചാൽ ഞാൻ ഇതേപോലത്തെ ഗെയിമുകളിലൊക്കെ അഡിക്റ്റ് ആയിപ്പോയ ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് ഞാൻ പല ആൾക്കാരുടെയും അവസ്ഥ അതുപോലത്തെ അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു അവസ്ഥ എന്താണെന്നുള്ള രീതിക്ക് ഒന്ന് അന്വേഷിച്ചൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോരോ വശങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നത്. വശങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, 1-2 പേര് അല്ല കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ പറയുന്ന ഗാംബിളിങ് ചെയ്ത് അല്ലെങ്കിൽ ഗെയിം കളിക്കാതെ ഇരിക്കാൻ പറ്റുന്നില്ല. അത്രയും അഡിക്ഷനാണ്. അതായത് ഫോൺ ഓപ്പൺ ചെയ്താൽ നമ്മൾക്ക് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കും, ഫേസ്ബുക്ക് എടുത്ത് നോക്കും, വാട്സാപ്പ് എടുത്ത് നോക്കും. ഇവർ അതൊന്നും എടുത്ത് നോക്കൂല. നേരെ ഈ പറയുന്ന ഗെയിമിൽ പോയി കയ്യിലിപ്പോൾ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപയും ഇട്ടിട്ട് കളിക്കാൻ നോക്കും. അതിപ്പോൾ ലാഭം കിട്ടാനോ ഒന്നിനും അല്ല, എങ്ങനെയെങ്കിലും അത് കളിക്കണം. ലാഭം കിട്ടിയാൽ ഓക്കെ, അടുത്ത കളി കളിക്കുക, കിട്ടിയില്ലെങ്കിൽ ഓക്കെ. അല്ല, ഈ കൊച്ചു പിള്ളേരുടെ കളിയുടെ കാര്യം പറഞ്ഞില്ലേ? കൊച്ചു പിള്ളേർ ഗെയിം കളിക്കുമ്പോൾ അറിയാതെ തന്നെ ഈ പൈസയുടെ ഇത് വരും. നിങ്ങൾക്കത് അറിയത്തില്ല. നിങ്ങളത് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അമ്മയുടെ ഒക്കെ ഫോണല്ലേ നിങ്ങൾ കളിക്കും. കാരണം അത് പറയാൻ കാരണം ഞാൻ കൊച്ചുങ്ങളെ വെച്ചിട്ടില്ല. എൻ്റെ അമ്മ മൊബൈലിൽ ഗെയിം കളിക്കും. ഇപ്പം നമ്മൾ ഈ സ്മാർട്ട് ഫോണൊക്കെ. അപ്പോൾ അമ്മ ഗെയിം കളിക്കുമ്പോൾ ഇങ്ങനെ പൈസയുടെ ഇത് വരുമ്പോൾ ഞാൻ അമ്മയോട് എപ്പോഴും പറയാം, അമ്മ ശ്രദ്ധിക്കണം. അറിയാതെ പോലും എന്നാൽ പോലും ഞാൻ പറയുന്നത് അറിയാതെ പോലും നമ്മളൊന്നും പോവരുത്, കൈതട്ടിപ്പോലും നമ്മൾ 1 രൂപ പോവരുത് നമ്മൾ പറയും. ഇപ്പോൾ എളുപ്പമല്ലേ, നമ്മളിപ്പോൾ ഗെയിം കളിച്ച് ഒരു QR കാണിച്ചാൽ ഓക്കെ 4 ക്ലിക്കിൽ പൈസ പോയി. അങ്ങനെ പറഞ്ഞ എൻ്റെ സുഹൃത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, കൊച്ചു ഗെയിം കളിച്ചത് അത് അവൻ അഡിക്റ്റഡ് ആയിട്ടല്ല, എവിടെയൊക്കെയോ ഞെക്കി പൈസ പോയി. മനസ്സിലായോ? ഈ പറയുന്ന ഇതിലെന്താന്ന് വെച്ചാൽ കൊച്ചുങ്ങൾക്ക് നമ്മൾ ഫോൺ കൊടുക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് ഇതിലൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റും. ലോക്ക് ഓൾറെഡി ഉള്ളതാണ്. നമ്മൾ ഈ ലോക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലാണ് വിഷയം. അത് പറഞ്ഞു കൊടുക്കണ്ടോ അഭിജിത്തെ? പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണ്ട, ഒരു കാലത്തും പിള്ളേർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ അൺലോക്ക് ചെയ്ത് തരാം, അത് ചെയ്യും. നമ്മൾ ഇപ്പൊ അഭിജിത്ത് നമ്മൾക്കിവിടെ നമ്മുടെ ആത്രക്കുഞ്ഞുണ്ട്, ഫോൺ കൊണ്ട് നമ്മൾ വൺസ് നമ്മൾ തുറന്നു, നെക്സ്റ്റ് ടൈം മാത്രം അത് തുറന്നിരിക്കും. അതാണ് പിള്ളേർ ഇങ്ങനെ ഭയങ്കര ലോക്ക് പോലും അടിച്ചു കൊടുക്കുക. നമ്മൾ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് കൊടുക്കുക. അവര് ഭയങ്കരമായിട്ട് വിജിലന്റ് ആണ്. പിന്നെ നമ്മളൊക്കെ ഫോൺ കാണുന്നത് മറ്റേ ഞാനൊക്കെ എനിക്കൊരു വീട്ടിലൊരു ഫോൺ വരുന്നത് എത്രയല്ല 8-ലോ 9-ലോ പഠിക്കുമ്പോഴാണ്, മറ്റേ കീപാഡ് ഫോൺ. ഇപ്പൊ പിള്ളേര് ജനിച്ചു വീഴുന്നത് സ്മാർട്ട് ഫോണിലാണ്. അതൊരു വലിയ വിഷയമാണ്. എനിക്ക് പിന്നെ ഇപ്പോഴും ഫോൺ ഉണ്ടായിട്ട് അതിന്റെ ഫുൾ ഫീച്ചേഴ്സ് അറിയത്തില്ല. അത് വേറൊരു വലിയ സത്യം. അതായത് അത് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാട്ടോ. ഇൻട്രസ്റ്റ് ഉള്ളവർ അത് മൊത്തം ചെയ്യും. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ മൊത്തം നമ്മുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ നമ്മൾ ചെയ്യൂല. ഇപ്പം അഭിജിത്താണെങ്കിൽ പോലും ഞാൻ അതാണ് ചോദിച്ചത്, റിസർച്ചിന്റെ കാര്യം. അതായത് അഭിജിത്ത് റിസർച്ച് ചെയ്യുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും കിട്ടിയോ, ഇവർക്ക് എന്തായിരിക്കും ചെയ്യുന്നത്, ഇവർക്ക് എവിടെ നിന്ന് കാശ്, ഇത്രയും ചിന്തിച്ച് ഞാൻ പോവും.
എനിക്കതിന് പോകേണ്ട കാര്യമില്ല. പക്ഷെ അഭിജിത്ത് അങ്ങനെയല്ല, ഇതെങ്ങോട്ടാണ്, ആ കമ്പനി ഏതാണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു, അതിന് മുന്നത്തെ കാര്യം പഠിക്കുന്നു, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എടുത്ത് ചേർക്കുന്നു. ഇതൊരു ഇൻട്രസ്റ്റഡോ മേഖലയിലാണ്. അത് തന്നെയാണ് നമുക്കുള്ള ഇൻട്രസ്റ്റ് തന്നെയാണ്. കുറച്ചു കാലം ജേർണലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതുകൊണ്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും കൂടെ ഉണ്ട്. ചെയ്യാനൊരു എളുപ്പം. ഒരു കണ്ടന്റിനപ്പുറം ഇനി എന്താണ് ഒരു പ്ലാൻ? ഇങ്ങനെ കണ്ടന്റ് ചെയ്ത് യൂട്യൂബിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ എവിടെ എത്തിയിട്ടില്ലല്ലോ ചെയ്ത് ഒരു ഈ കണ്ടന്റ് ഇപ്പൊ യൂട്യൂബിൽ സ്ഥിരമാകും എന്നല്ലെങ്കിൽ സജീവമാകും എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ചെയ്യാൻ 1 month ഒക്കെ എടുക്കും, അതായത് റിസർച്ച് ഉൾപ്പെടെ. അതൊരു വിഷയമാണ്. ഇത് റിസർച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ധ്രുവറാത്തിയൊക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന ഒരു ടീം തന്നെയുണ്ട്. അപ്പൊ എന്താണെങ്കിലും നല്ല ടീമൊക്കെ ഉണ്ടാക്കാം അഭിജിത്തെ. കുറച്ച് വീഡിയോകളൊക്കെ ഒന്ന് റീച്ച് തന്ന് കുറച്ച് ഇവിടെ ഇപ്പൊ ഇത്രയും വലിയ ടീമൊക്കെ ഉള്ള പോലെ നമുക്കും ടീമൊക്കെ വേണമല്ലോ. ഇവിടെ ഇത്ര ടീം ഉള്ളല്ലോ, ഭയങ്കര സന്തോഷം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അതെനിക്ക് സുഖിച്ചത്. നമ്മളിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ. അല്ല, ഞാനും ആക്ച്വലി എന്റെ ചാനൽ ഇപ്പോ അടുത്ത ഫെബ്രുവരി ആവുമ്പോ 1 year ആവും. എന്റെ സ്വന്തം ചാനൽ. അതിന് മുന്നേ പണിക്കാരിയായിരുന്നു, പല സ്ഥാപനങ്ങളിലെ പണിക്കാരിയായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അവിടെ ഒരു നമ്മൾ പറയില്ലേ പാഷനാണ്. ഇത് ഒരു പാഷന്റെ പുറത്ത് ഞാൻ പറഞ്ഞ നമുക്ക് മറ്റുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരിക്കാം, പക്ഷെ പാഷനാണ്. ചെയ്യുന്ന വർക്കിനോട് നമ്മൾ അത്ര 100%. എന്റെയും പാഷൻ തന്നെ. എനിക്ക് ആക്ച്വലി എന്താ പറയാ, ചെയ്തോണ്ടിരുന്ന പണി റിസൈൻ ചെയ്തിട്ടാണ് ഇപ്പൊ ഫുൾ ടൈം കണ്ടന്റിലോട്ട് ഇരിക്കുന്നത്. അങ്ങനെ തന്നെ പോട്ടെ. ഞാൻ പറഞ്ഞില്ല, കണ്ടന്റ് ഒക്കെ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടി എനിക്കിത് ജേർണലിസ്റ്റിക് വ്യൂവിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ വേണമെങ്കിലും ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മളെപ്പോഴും ചെയ്യുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. ഞാൻ ഇപ്പോൾ കൂടിയും ഒരാൾ ഇന്റർവ്യൂ എടുക്കുവാണെങ്കിലോ അല്ലെങ്കിൽ എനിക്കൊരു ഇന്റർവ്യൂ എടുക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു 10 തവണ ക്രോസ് ചെക്ക് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് നമ്മൾ വിടുന്നത് വൺസ് നമ്മൾ സമൂഹത്തിലേക്ക് നമ്മളുടെ ചാനൽ വഴി ഓൺ എയറിലേക്ക് വിടുന്ന ഒരു സാധനം ഒരു തരത്തിലും ഹാംഫുൾ അല്ലാത്ത, ആർക്കും ദ്രോഹം വരാത്ത ഒരു സാധനം വേണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുപോലെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ആശയപരമായിട്ട് ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല വഴക്കുണ്ടായിരിക്കും എങ്കിൽ കൂടി പോലും ഞാനത് പറയും. അത് എൻ്റെ എതിർപ്പാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യന്മാരും ജീവിക്കുന്ന ലോകമാണെന്ന് പറയാറുണ്ട്. എന്താണെങ്കിലും അഭിജിത്തിന് ഒരു പുതിയ ടീം ഉണ്ടാവട്ടെ. ഞങ്ങളോട് ഇന്നത്തെ ദിവസം ഇവിടെ വന്നതിൽ ഭയങ്കര സന്തോഷം. അപ്പം ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു വെരി മച്ച്.